ഹരേ കൃഷ്ണ. നമുക്ക് അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി വരുന്നവർ വരട്ടെ. ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് മഹാഭാരതമാണ്. പല പല യാത്രകളും ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം കൂടി ആയപ്പോഴാണ് ഒരു റെഗുലർ ക്ലാസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത്. ക്ഷമിക്കണം. റെഗുലർ ക്ലാസ് വൈകാതെ നമുക്ക് എടുക്കാം. വേദനയൊക്കെ കുറഞ്ഞു നന്നായിട്ട്, കുഴപ്പമില്ല. പക്ഷേ കുറച്ചൊന്ന് എനിക്ക് റെസ്റ്റ് ആവശ്യമായി വന്നു. കാരണം ഒരുപാട് യാത്രകളൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് പഴയ പോലെ ഒത്തിരി സ്ട്രെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, ഈ മെഡിസിൻസിൻ്റെ കോഴ്സ് തീരുന്നത് വരെ. അതുകൊണ്ടാണ് കൂടുതൽ സമയം ഇരുന്നു കൊണ്ട് ക്ലാസ് എടുക്കാനുള്ള ഒരു ഇതിൽ നിന്ന് ഞാൻ ക്ലാസ്സുകൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് ഒന്ന് എടുക്കുന്നത്. എന്നാലും നമുക്കെടുക്കും, ഒന്നും പ്രശ്നമില്ല. ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരെയും ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടില്ലെങ്കിൽ ഒരു സന്തോഷമില്ലായ്മയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് റെഗുലർ ക്ലാസ്സിലേക്ക് എളുപ്പം വരാം. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹാഭാരതമാണ്. ഗുരുവായൂർ മഞ്ജരീസ് കോണ്ടാക്ട് നമ്പർ 93 42 49 49 41. കുറച്ച് മെസ്സേജുകളെല്ലാം നോക്കി വരുന്നുണ്ട്. ഇനിയും മെസ്സേജ് നോക്കാനുണ്ട്. കണ്ടിന്യൂസ് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ, ക്ഷമിക്കണം. പിന്നെ മെഡിസിൻസിൻ്റെ ഒരു സെഡേഷൻ അറിയാലോ, ഒരു 4-5 ടാബ്ലറ്റ്സ് ഒരുമിച്ച് എടുക്കുമ്പോൾ കുറച്ച് ഉറക്കം കൂടിപ്പോവും. അത് കുറച്ച് അധികം ഉറക്കമായി പോകുന്നോന്ന് എനിക്കൊരു സംശയം. ഉച്ചയ്ക്കൊരു 2 മുതൽ 5 വരെയൊക്കെ ഒരല്പം കിടക്കേണ്ടി വരുന്നു. ആ സമയത്ത് ഫോണൊക്കെ സൈലൻറ്റിലിട്ടിട്ട്. പിന്നെ ജോലിയുണ്ട്, ഷൂട്ടിന് പോകണം, ഡബ്ബിങ് വർക്കുകൾ, വീട്ടിലെ ജോലികൾ, മഞ്ജരീസിൻ്റെ ക്ലാസ്സുകൾ, മെസ്സേജ് നോക്കൽ, യാത്രകൾ എല്ലാം കൂടി ആകുമ്പോഴേ, അതിൻ്റെ ഇടയ്ക്ക് വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത്, ഇതെല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഒത്തിരി ക്ലാഷായി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ഒരു 2 മുതൽ 5 വരെയുള്ള സമയം ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. അത് കഴിയുമ്പോൾ രാവിലെ ആണെങ്കിൽ നമുക്ക് ഭഗവാന്റെ പൂജയും കാര്യങ്ങളും നേദ്യം വെക്കലും അതെല്ലാമായിട്ട് എന്തായാലും കുറച്ച് സമയം എടുക്കും. പഴയതുപോലെ ഏർലി മോർണിംഗ് ഒന്നും ഇപ്പം ഞാൻ അധികം എഴുന്നേക്കാറില്ല. അപ്പോൾ ഉള്ളത് പറയുന്നതിന് എന്താ, എങ്ങനെ നോക്കിയാലും ഒരു 7 മണി ആ സമയത്തൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് എനിക്ക് എഴുന്നേക്കാൻ സാധിക്കുന്നത്. 7-7:30. അതിൻ്റെ ഇടയ്ക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും സെഡേഷനായിട്ടുള്ള മെഡിസിൻസാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയുന്നില്ല, ഉറങ്ങി പോവാണ്. അപ്പം ഒരു മാസക്കാലം ഇനി അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടാവും ആ മെഡിസിൻസിൻ്റെ. അത് കഴിയുമ്പോൾ നമുക്ക് രാവിലെ എന്തായാലും ക്ലാസ് എടുക്കാം. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കുളിച്ച് വൈകുന്നേരത്തെ ജപവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കുറച്ച് മെസ്സേജ് നോക്കി, എന്നിട്ട് ഒന്നും കൂടെ ഫ്രഷപ്പ് ആയിട്ടാണ് ക്ലാസ് എടുക്കാനിരുന്നത്. അപ്പം അതൊക്കെ കൂടെ അപ്പം വൈകാതെ നമുക്ക് ക്ലാസ് എടുക്കാം. അതുകൊണ്ടാണ് രാവിലെയൊക്കെ ചില സമയത്ത് ഞാൻ ഭയങ്കരം ടൈറ്റായി പോകുന്നത്. കാരണം രാവിലെ എഴുന്നേറ്റ് പിന്നെ പൂജയും കാര്യങ്ങളും ഒരുവിധം സുഖമായി വരുന്നു. പ്രഭു, അങ്ങയുടെ ഒരു മിസ് കോൾ ഞാനിന്ന് കണ്ടു, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. തിരിച്ചു വിളിക്കണം എന്ന് കരുതി അപ്പോഴേക്കും ഓരോരോ കാര്യങ്ങളിൽ പെട്ടുപോയി. അങ്ങനെ ഞാൻ തിരിച്ചു വിളിക്കാം. രാജു പ്രഭുവിനെ വിളിക്കണം, രമണം പ്രഭുവിനെ വിളിക്കണം, അനിൽ പ്രഭുവിനെ വിളിക്കണം. ഇവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പിന്നെ പുഷ്പ മാതാജി, അങ്ങനെ കുറച്ച് പേരുണ്ട് ലിസ്റ്റിൽ. എല്ലാവരെയും ഒന്ന് തിരിച്ച് വിളിക്കണം. എനിവേ, ഓരോരുത്തരെയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളിക്കാം, സംസാരിക്കാം. പിന്നെ വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ട് വെക്കാം. ഓക്കെ, അപ്പം നമുക്ക് മഹാഭാരതത്തിലേക്ക് പോകാം. മഹാഭാരതത്തിൽ നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയുന്നല്ല, ഭഗവാൻ പറയുന്നു, നമ്മൾ പഠിക്കുന്നു. എന്താണ്? ഏകനും, അതായത് ഒറ്റയ്ക്കുള്ളവനും അദ്വൈനുമായിരിക്കുന്ന പരമാത്മാവിനെ മായയുടെ പിടിയിൽപ്പെട്ട മനുഷ്യർ ജീവാത്മാക്കളായി നാനാരൂപത്തിൽ നിൽക്കുന്നതായി കാണുന്നു. അതായത് ഭഗവാനെ ജീവാത്മാക്കൾ എപ്പോഴും മായയുടെ പിടിയിലാണ്. ഓം ശ്രീ മാത്രേ നമഃ. ജീവാത്മാക്കൾ എപ്പോഴും എന്താണ്? മായയുടെ പിടിയിലാണ്. ഒരു സംശയവും ഇല്ല. നമ്മൾ എന്താ പറയുക, എങ്ങനെ നോക്കിയാലും നമ്മൾ കുറച്ചൊക്കെ മായയുടെ പിടിയിൽപ്പെടും. അത് കാലത്തിൻ്റെ ഒരു കുഴപ്പമാണെന്നേ പറയാൻ പറ്റൂ. കാരണം എന്താ, 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും, അമ്പലത്തിൽ പോവും, എല്ലാം ചെയ്യും. 11ൻ്റെ അന്നായാലും വയ്യ, ഭഗവാൻ അറിയാം എൻ്റെ അവസ്ഥ എന്ന മനോഭാവത്തിലേക്ക് പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്,
ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക, എന്ത് പ്രയാസം വന്നാലും ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. മനസ്സിലായോ? വലിയൊരു കാര്യമാണ്. അത് ഉറച്ചു നിൽക്കാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയങ്ങളിൽ ഉണ്ടാവും. സാമ്പത്തിക ടെൻഷൻസ് ഉണ്ടാവും, അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും, കുട്ടികളുടെ പ്രയാസങ്ങൾ ഉണ്ടാവും, ഭർത്താവിൻ്റെ, അമ്മയുടെ, എല്ലാവരുടെയും ഓരോരുത്തരുടെ പ്രോബ്ലംസ് നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കലല്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ വന്നിരുന്ന് ക്ലാസ് എടുക്കുന്ന എൻ്റെ ഉള്ളിൽ എന്തെല്ലാം പ്രയാസങ്ങൾ പോകുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഈ ടെൻഷൻസിനെ എല്ലാം ഒന്ന് മാറ്റിവെക്കുക ഇൻ ദ സെൻസ് നമ്മൾ ഭഗവാനോടും ദേവിയോടും എല്ലാം തുറന്നു പറയാം. നമ്മുടെ കുട്ടികളെ നമ്മൾ കണ്ടിട്ടില്ലേ? നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത വ്യക്തികൾ ആരാണ്? നമ്മുടെ അച്ഛനും അമ്മയും അല്ലെ? അവരുടെ സാമീപ്യം നമ്മളിൽ നിന്ന് അകലുമ്പോഴായിരിക്കും നമ്മൾ അവരുടെ പ്രസൻസ് എത്രമാത്രം വലുതായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. നമുക്ക് എത്ര വയസ്സായാലും, എത്ര വലിയ ഉയർന്ന പൊസിഷനിൽ എത്തിയാലും, എത്ര അറിവുണ്ടായാലും നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തെത്തുമ്പം നമ്മൾ തീർത്തും ചെറിയ കുട്ടികളാണ് അല്ലേ? അച്ഛനോടും അമ്മേനോടും കളി പറയാനും ചിരിക്കാനും അവരെ കളിപ്പിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും അവരുടെ എന്തിനും ഏതിനും അമ്മ അമ്മ അമ്മ, അച്ഛ 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 ഇങ്ങനെ വിളിച്ചാണ് നമ്മൾ ശീലിച്ചത് അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുള്ള സമയമേ നമുക്ക് സന്തോഷമുള്ളൂ. ഈ ലോകത്ത് മറ്റാരെയും കണ്ട് നമ്മൾ സന്തോഷിക്കേണ്ട, ഒരാളെയും കണ്ട് സന്തോഷിക്കേണ്ട. നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലമാണ് സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആരോഗ്യമില്ലാത്ത സമയം കൂടിയല്ല. ആരോഗ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അച്ഛനും അമ്മയും ഉണ്ടോ, നമുക്ക് സർവ്വതും ഉണ്ട്. ഈ ലോകം തന്നെ നമ്മുടെ കാൽച്ചുവട്ടിലാണെന്ന് പറയാം. കാരണം അവരെക്കാൾ വലിയൊരു ധനമില്ല, അവരെക്കാൾ വലിയൊരു സന്തോഷമില്ല, അവരെക്കാൾ വലിയൊരു സുരക്ഷിതത്വമില്ല. നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളുടെ ഹൃദയം പെടയുന്നതിനേക്കാൾ 10,000 മടങ്ങ് നമ്മുടെ അമ്മയുടെ ഹൃദയം പെടയും. അത് കാണുമ്പോൾ മാറി നിന്ന് നമ്മുടെ അച്ഛൻ്റെ ഹൃദയം പെടയും. ഇതാണ് അച്ഛനമ്മമാരെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മായ വരും. എങ്ങനെയാണ് വരുന്നത്? സാമ്പത്തികമായിട്ട് വരും, ചീത്തപ്പേരുകളായിട്ട് വരും, അങ്ങനെ 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 ഒരുപാട് സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ മായ വരും. പക്ഷെ ഈ സാഹചര്യത്തെ എല്ലാം അതിജീവിക്കാനുള്ള ഒരേ ഒരു സുരക്ഷിതമായ മാർഗം എന്ന് പറയുന്നത് ഈശ്വരാരാധന മാത്രമാണ്. ഭഗവാനെ സമർപ്പണം ചെയ്യുന്നതിൽ ഉപരിയായിട്ട് നമുക്ക് മറ്റൊരു രക്ഷയില്ല. അത് നമ്മൾ ചിന്തിക്കണം. പലരും ചോദിക്കാറുണ്ട്, ഇത്രത്തോളം പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടിയെന്ന്. എന്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതല്ല പ്രാധാന്യം. നമ്മളെന്ന് പറയുന്ന വ്യക്തികൾ ഇന്നും ഉണ്ടോ? അത്രയും ചിന്തിച്ചാൽ മതി. ഞാൻ അത്രയും ചിന്തിക്കാറുള്ളൂ. ഞാനെന്ന വ്യക്തി ഇന്നും ഉണ്ടോ? എൻ്റെ എത്ര വലിയ ശത്രുക്കളായാലും ശരി, അവർക്ക് എൻ്റെ കഴുത്തിന് കത്തി വെക്കാൻ പറ്റിയിട്ടില്ല. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ചീത്തപ്പേരുകൾ ഉണ്ടാക്കിത്തരാം, അപമാനങ്ങൾ ഉണ്ടാക്കിത്തരാം, ഒറ്റപ്പെടുത്താം, വേദനിപ്പിക്കാം, പലതും ചെയ്യാം. പക്ഷെ എൻ്റെ ജീവൻ എടുക്കാൻ അവർക്ക് സാധിക്കുമോ? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇന്ന് പത്രം വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് അല്ലെ? സുരക്ഷിതമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കേണ്ടി വന്ന് മൃഗീയമായി കൊല്ലപ്പെടുന്ന വ്യക്തികളെ കാണുമ്പോൾ എന്തൊരു കഷ്ടം നോക്കിക്കേ എന്നാണ് നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് വന്നില്ലല്ലോ എന്നോർക്കുക. അത്രയും ചിന്തിച്ചാൽ മതി. ധനവും ധാന്യവും പേരും പ്രശസ്തിയും എല്ലാം പിന്നെ നമ്മുടെ ജീവന് ആപത്തില്ലാതെ ഈശ്വരൻ കാത്തില്ലേ, അത്രമാത്രം ചിന്തിക്കുക. അതാണ് ഈശ്വരാരാധന കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പാതിരാത്രിയിൽ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകേണ്ടി വരുന്ന ഒരവസ്ഥ ചിന്തിച്ചു നോക്കണം. ഒന്നും വേണ്ട, ഒരു പകല് തന്നെ നടു റോട്ടിൽ ആരും ഇല്ലാതെ ഭയാനകമായ ഒരു അവസ്ഥയിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയാൽ, അതും പോട്ടെ, എല്ലാവരുള്ള റോട്ടിൽ കൂടെ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോക്കാരനൊന്ന് വഴിതെറ്റിച്ച് പോയി കഴിഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ നമ്മുടെ ധൈര്യം. എത്ര വലിയ ആളായാലും അവിടെ തീരുന്നതേ ഉള്ളൂ ധൈര്യം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്കൊന്നും എൻ്റെ ഈശ്വരൻ എന്നെ എത്തിച്ചില്ലല്ലോ. ഇത്രമാത്രം നമ്മൾ ഈശ്വരനിൽ നിന്ന് പ്രതീക്ഷിക്കാം. ബാക്കിയൊക്കെ അദ്ദേഹം നോക്കിക്കോളും. അപ്പൊ സാഹചര്യങ്ങൾ എന്ത് വന്നാലും ഈശ്വരനെ മുറുകെ പിടിക്കുക. ഈശ്വരൻ അത് മാറ്റിത്തരും. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ സർജറിക്ക് ഡേറ്റ് ഫിക്സ് ചെയ്തതാണ് ഡോക്ടർ. ജനുവരി 5 വന്ന് അഡ്മിറ്റ് ആവുക,
6-ന് സർജറി ചെയ്യുക എന്ന് പറഞ്ഞെടുത്തെന്ന് ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം പറയുന്നു സർജറി വേണ്ട എന്ന്. പൊതുവേ സർജന്മാർ എന്താ ചെയ്യുക? കാശ് കിട്ടാനുള്ള വഴി നോക്കും അല്ലേ? തൊട്ട കത്തി വെച്ചങ്ങ് മുറിച്ച് കളയും. അതിൽ ഭയപ്പെടുകയും ടെൻഷനാവുകയും അയ്യോ ഇത്രയും എന്താ പറയുക അവസ്ഥ എന്നൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ആ സാഹചര്യത്തിൽ അദ്ദേഹം എന്താ പറയണത്? സർജറിയുടെ ആവശ്യമില്ല, സർജറി വേണ്ട, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ധാരാളം വെള്ളം കുടിച്ചോളൂ, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒന്നും കൂടെ കുറച്ചും കൂടെ ചീര പോലെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കൂ, ഞാൻ തരുന്ന മരുന്നും കഴിക്കൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുൻപിൽ മറ്റൊന്നുമില്ല നമുക്ക്. അതാണ് ഈശ്വരൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. മറ്റുള്ളത് നമുക്ക് എന്ത് കിട്ടി എന്നുള്ളതിൽ ഞാൻ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പലരും വരും പോകും, വരുന്നവർ വരും, പോകുന്നവർ പോവും, നിൽക്കുന്നവർ നിൽക്കും, നിൽക്കാത്തവർ പോവും, നമ്മളെ പറ്റി പറയുന്നവരുണ്ടാവും, പറയാത്തവരുണ്ടാവും. ഇതിനൊക്കെ ചെവി കൊടുക്കാൻ പോയാൽ ഇതിന് നേരം ഉണ്ടാവും. അപ്പോൾ അതിനൊന്നും ചെവി കൊടുക്കണ്ട. നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്നവരെല്ലാവരും പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. അവർക്കും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ. അവരെക്കുറിച്ച് നമ്മൾ പറയാൻ പോകാനുള്ള സമയം നമുക്കില്ല. കാരണം എന്താ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്. അപ്പം അവരുടെ പോലെ വെറുതെ ഇരുന്നിട്ട് അവരെക്കുറിച്ച് പറയാനുള്ള സമയമൊന്നും നമുക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. പറയുന്നവരും ചെയ്യുന്നവരും പോകുന്നവരും എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനുള്ള സമയം നമുക്കില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശ്വരൻ എന്ന് പറയുന്നത് വലിയൊരു മഹാസത്യമാണ്. വിളിക്കേണ്ട രീതിയിൽ വിളിച്ചാൽ കൃഷ്ണൻ സമീപസ്ഥനാണ്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ സമീപസ്ഥനാണ്. വിളിച്ചോളൂ, മനസ്സ് തുറന്ന് വിളിച്ചോളൂ, ഹൃദയം തുറന്ന് വിളിച്ചോളൂ. അദ്ദേഹം കേൾക്കാതിരിക്കില്ല. അദ്ദേഹം ഒരിക്കലും കേൾക്കാതിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഒരിക്കലും മായയുടെ പിടിയിൽപ്പെടാതിരിക്കുക. മായയുടെ പിടിയിൽപ്പെട്ടാൽ മനുഷ്യരെ പോലും നമുക്ക് ദൈവമായി തോന്നും. ആൾ ദൈവങ്ങൾ കൂടും. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന തന്നെയാണ്, അല്ലാതെ ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന, ധൈര്യം, അസുഖ വിവരങ്ങൾ അന്വേഷിച്ചു, അങ്ങനെ എനിക്ക് യഥാസമയം കിട്ടിയ എൻ്റെ മഞ്ജരീസ് കുടുംബത്തിൻ്റെ ധൈര്യം തന്നെയാണ് ഞാൻ ഇന്ന് വീണ്ടും ആരോഗ്യത്തോടു കൂടി ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത്. ഫീനിക്സ് പക്ഷിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ചാരത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങിയതാണ്. അതുപോലെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. ചാരത്തിൽ നിന്ന് നമ്മൾ ഉയർന്നു പൊങ്ങണം. നമുക്കെല്ലാം നശിച്ചിരിക്കാം, പക്ഷേ ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹം നമ്മളെ ഉയർത്തിയിരിക്കും. ഒരു സംശയവും ഇല്ല. ഈ ലോകം മുഴുവൻ നമ്മളെ ഒഴിവാക്കിയാലും ഈശ്വരൻ എന്ന സത്യം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ തളരില്ല. ശത്രു പോലും മിത്രമായി മാറും. അതാണ് ഈശ്വരൻ്റെ ഒരു ലീല എന്ന് പറയുന്നത്. പക്ഷേ മായയിൽ പെട്ട് കഴിഞ്ഞാൽ എന്തായി? മായയിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്കെല്ലാം എന്താണ്? മായയായി തോന്നും. ആ ഈശ്വരൻ പോലും നമുക്ക് തോന്നും ഈശ്വരനല്ല, ദൈവമില്ല എന്ന് തോന്നിപ്പോ. അപ്പോൾ ജീവാത്മാക്കളുടെ ഒരു തോന്നലാണത്. അതൊക്കെ മാറ്റിവെക്കുക. ഇവിടെ പറയുന്നു ജീവാത്മാക്കളായി നാനാരൂപത്തിൽ നിൽക്കുന്നതായിട്ട് തോന്നുന്നു. അതായത് പല പല മനുഷ്യരെ കണ്ടാലും നമുക്ക് അയ്യോ ഇവര് ദൈവമാണ് എന്ന് തോന്നിപ്പോവും. ജീവാത്മാക്കളായിട്ട് പല രൂപത്തിൽ നിൽക്കുന്നവരെ ഈശ്വരനായിട്ട് നമുക്ക് തോന്നിപ്പോവും. അതൊന്നും വേണ്ട. ഈശ്വരൻ തന്നെയാണ്. അത് മനസ്സിലാക്കുക. പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്നത് പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ്. അദ്ദേഹത്തിന് ഫോട്ടോസ്റ്റാറ്റും പ്രതിബിംബങ്ങളൊന്നുമില്ല. അദ്ദേഹമാണ്. അദ്ദേഹത്തെ അദ്ദേഹമായിട്ട് തന്നെ കാണുക. ഭയഭക്തി ബഹുമാനത്തോടെ കാണുക. ഓക്കെ. പിന്നെന്താ പറയണേ? രൂപാന്തരപ്രാപ്തി മൂലം, അതായത് രൂപാന്തരപ്രാപ്തി മൂലം, രൂപത്തിന് മാറ്റം സംഭവിക്കുന്നത് മൂലം ജീവന് പരമമായിരിക്കുന്ന ആത്മാവിനെ പറ്റി അറിയാൻ കഴിയുന്നില്ല. അതായത് നമ്മൾ ഇന്ന് മനുഷ്യനായിരിക്കുന്നു, നാളെ ചിലപ്പോൾ നമ്മുടെ കയ്യിലിരിപ്പോണ്ട് മൃഗമായി മാറാം, ചിലപ്പോൾ പക്ഷിയായി മാറാം, പല 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 എന്താ പറയാ ഇത് കിട്ടും, നമുക്ക് രൂപങ്ങൾ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജീവന് എന്താണ് ആത്മാവ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. നമ്മുടെ ആത്മാവ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആവില്ല. പക്ഷേ ഭൗതികതയിൽ ജീവിക്കേണ്ട എന്ന് എന്താ പറയാ ഒട്ടും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മളെല്ലാവരും നോർമൽ പേഴ്സൺസ് ആണ്. നമ്മളെല്ലാവരും ഭൗതികതയിൽ ജീവിക്കുന്നവരാണ്. നമുക്ക് ഒരിക്കലും ഗോസ്വാമിമാരെ പോലെ ജീവിക്കാൻ കഴിയില്ല. ഒന്ന്, നമ്മളെല്ലാവരും സാധാരണമായ വ്യക്തികളാണ് അല്ലെ. നമുക്ക് പലതിനോടും ഇഷ്ടം തോന്നാം, പലതിനോടും വെറുപ്പ് തോന്നാം. നമുക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. 24 മണിക്കൂറും ഈശ്വരനെയും പൂജിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. നമുക്ക് കുടുംബമുണ്ട്, കുടുംബത്തിനോട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, ജോലിയോട് ഉത്തരവാദിത്തങ്ങളുണ്ട്, സമൂഹത്തിനോടൊരു കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, പേരക്കുട്ടികളുണ്ട്, കുട്ടികളുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ എന്താ പറയാ ഈശ്വര എന്ന് പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നടക്കുന്ന കാര്യമല്ല. എന്നാൽ ആ ജീവിതത്തിലും നമ്മൾ എന്ത് ചെയ്യണം?
ഈശ്വരനെ മുറുകെ പിടിക്കാൻ ശ്രമിക്കണം. ഈശ്വരൻ നമ്മളോട് 24 മണിക്കൂർ സമയം ചോദിച്ചിട്ടില്ല. ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ് 24 മണിക്കൂർ. അതിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് പോട്ടെ, ഇഷ്ടമുള്ളവർക്കും സമയമുള്ളവർക്കും 1 മണിക്കൂർ ഇത്രയേ ഭഗവാന് കൊടുക്കേണ്ടുള്ളൂ. ഭഗവാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ മുമ്പിൽ വന്ന് സദാ നേരം കുത്തിയിരിക്കൂ, കർമ്മത്തിൽ നിന്നെല്ലാം മാറി നിൽക്കൂ എന്ന് ഒരിക്കലും ഭഗവാൻ എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മൾ നമ്മളായി ജീവിക്കുക. നമ്മുടെ കുടുംബവും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ വീട്ടുകാരും നമ്മുടെ ആൾക്കാരും ഒക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുക, ഇടപെടുക. നമ്മൾ നമ്മളായിട്ട് ഇരുന്നാൽ മതി. അല്ലാതെ ഞാൻ ഭക്തയാണ്, ഭക്തിയുള്ളവളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രഹസനങ്ങളൊന്നും എടുക്കണ്ട. അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. നമുക്ക് കിട്ടുന്ന സമയം സന്തോഷിക്കുക, ചിരിക്കുക, തമാശ പറയുക, ഉറങ്ങുക, എഴുന്നേൽക്കുക, കളിക്കുക, ചിരിക്കുക, യാത്ര പോവുക, വായിക്കുക, ജപിക്കുക, സ്മരിക്കുക, പാദസേവനം ചെയ്യുക, ശ്രവണം. ഇതും കൂടി നമ്മൾ ചെയ്യുക. മനസ്സിലായില്ലേ? ഇത്രയേ നമുക്ക് വേണ്ടൂ. അന്നേരം നമുക്ക് എന്തായി? ജീവിതവും ആധ്യാത്മികതയും സിങ്കായി. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ റെഗുലർ ആയിട്ട് ഒരു ഭാര്യ വീട്ടിൽ വിളക്ക് വെക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാണ്. പെട്ടെന്ന് അവരുടെ ഭർത്താവ് വന്ന് പറയണം, വാ നമുക്ക് കുറച്ച് ദിവസം ഇനി എൻ്റെ വീട്ടിൽ പോയിരിക്കാം. അപ്പൊ നമുക്ക് വീട്ടിലുള്ള വിഗ്രഹങ്ങളെല്ലാം ചുമന്നുകൊണ്ട് പോകാൻ പറ്റുമോ? ഒരിക്കലും പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ പറയണ ഒരു കല്യാണമുണ്ട്, അപ്പൊ ഭാര്യ പറയണം, എനിക്ക് പറ്റൂല, എനിക്ക് പൂജിക്കാനും ജപിക്കാനും ഒക്കെ ഉണ്ട്. അത് ശരിയല്ല. കാരണം എന്താ? നമ്മൾ ഗൃഹസ്ഥാശ്രമികളാണ്. നമുക്ക് അവരോടും എന്തുണ്ട്? കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? അദ്ദേഹത്തോട് അനുവാദം വാങ്ങുക. ഭഗവാനെ, ഞാൻ ഇന്നും നാളെയും ഇന്ന സ്ഥലത്ത് പോവാണ്, ഇവിടെ ഉണ്ടാവില്ല, അങ്ങ് അനുഗ്രഹിക്കണം. എന്നിട്ട് നമ്മൾ പോയെടുത്ത് എന്ത് ചെയ്യണം? മാനസ പൂജ ചെയ്യണം. എങ്ങനെയാ മാനസ പൂജ ചെയ്യുക? ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ നാമം ഒന്ന് സ്മരിക്കുക. മനസ്സിലാവുന്നത്? അങ്ങനെ മാനസ പൂജയിലൂടെ പോലും ഭഗവാനുമായിട്ടൊരു കണക്ഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഈ കണക്ഷനും ഈ വ്യക്തിബന്ധവും നമ്മളെ ആധ്യാത്മികതയിലേക്ക് ഉയർത്തും. അല്ലാതെ ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ഒരു 100 റെസ്ട്രിക്ഷൻസ് നമുക്ക് വേണ്ട. കാരണം എന്താ അറിയോ? നമ്മളൊരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ റൂൾസ് ആയിരിക്കില്ല. ഇപ്പൊ നമുക്ക് ഇസ്കോണിനെ കുറിച്ച് അറിയാം, ഗീതയെ കുറിച്ചൊക്കെ അറിയാം. നമ്മൾ കുറച്ചും കൂടെ ഒരല്പമെങ്കിലും നമ്മൾ കുറച്ചൊക്കെ ഭക്തിയിലേക്ക് ഇങ്ങനെ നടന്നു വരികയാണ് അല്ലേ? പക്ഷെ നമുക്കൊപ്പം ഉള്ളവര് അത്രയും ഉണ്ടാവില്ലായിരിക്കാം. ആലോചിച്ച് നോക്കണം. മേ ബി നമ്മുടെ മക്കള്, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കൂട്ടുകാര്. അപ്പൊ നമ്മളുടെ വഴിയെ അവർ വരണം എന്നൊന്നും നമ്മൾ വാശി പിടിക്കരുത്. കാരണം എന്താ അറിയോ? ഓരോ ജീവാത്മാക്കൾക്കും ഈശ്വരനിലേക്ക് അടുക്കാൻ അവരുടെ കർമ്മം അനുസരിച്ച് ഓരോ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തിനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഭേദിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും ആരെയും എന്ത് ചെയ്യരുത്? നിർബന്ധിപ്പിക്കരുത്. നമ്മൾ എന്ത് ചെയ്യരുത്? നിർബന്ധിപ്പിക്കരുത്. ഒരു തരത്തിലും നിർബന്ധിക്കേണ്ട. ഇപ്പൊ എൻ്റെ മകൻ നോൺ വെജ് കഴിക്കും, എനിക്ക് പറയാൻ പറ്റില്ല നീ കഴിക്കണ്ടെന്ന്. കാരണം എന്താ? ഞാൻ നിർബന്ധിപ്പിച്ച് കഴിക്കണ്ടെന്ന് പറഞ്ഞു വെച്ചാലും ചിലപ്പം എൻ്റെ വീട്ടിൽ നിന്നായിരിക്കും കഴിക്കാതിരിക്കുക. പുറത്തു പോയി കഴിച്ചാൽ ഞാൻ അറിയില്ല, കാരണം ഹോസ്റ്റലിലാണ്. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം തനിയെ ജീവാത്മാക്കളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ മാറിയോ? ഞാൻ അതാ ചിന്തിക്കാറ്. ഞാൻ നോൺ വെജ് നിർത്തിയോ? എനിക്ക് ഭഗവാനെ അറിയാൻ സാധിച്ചോ? അത്രയും ആലോചിക്കുക. ഇനി എൻ്റെ മകനെന്ന വ്യക്തി, അവനും ഭഗവാനിലേക്ക് അടുക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് ഞാൻ. അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരൻ, അവരുടെ മക്കള്, അങ്ങനെ എൻ്റെ കുടുംബം എന്താണ് ഇങ്ങനെ മാറണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം, എൻ്റെ പ്രാർത്ഥന. അല്ലാതെ ഞാൻ ഇങ്ങനെയാവൂ, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞൊന്നും വ്യക്തിബന്ധങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. അത് തെറ്റാണ്. അത് ഒരു ശരിയായ രീതിയല്ല. അതായത് സാത്വിക മനോഭാവമല്ല. മനസ്സിലാവും? അവരെ നമ്മൾ മെല്ലെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. വയലൻസിലൂടെയല്ല, ജപത്തിലൂടെ. നമ്മുടെ ജപം കൂട്ടിക്കൊണ്ടേയിരിക്കുക. ജപത്തിന്റെ പുണ്യം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഈശ്വരനിലേക്ക് അടുക്കുമ്പോൾ അവിടെ ഭക്തിയുടെ ഗ്രാഫ് ഇങ്ങനെ കൂടുകയാണ്. അപ്പൊ ആ ഭക്തിയുടെ ഗ്രാഫ് കൂടുമ്പോൾ എന്തായി? ഭഗവാന് നമ്മൾ കുറച്ചും കൂടെ പ്രിയപ്പെട്ടവരായി മാറുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരായിട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കുക? ഈശ്വരൻ തന്നെ ഈശ്വരന് പ്രിയപ്പെട്ടവരുടെ ആവശ്യം നിറവേറ്റി തരും. എന്തായിരിക്കും നമ്മുടെ ആവശ്യം? നമ്മുടെ വീട്ടുകാരും ഭഗവാനിലേക്ക് അടുക്കണം, അവരും ഗീത വായിക്കണം, അവരും നോൺ വെജ് സ്റ്റോപ്പ് ചെയ്യണം. അതർവൈസ് ഇപ്പൊ ഭർത്താവ് നോൺ വെജ് കഴിക്കും, ഭാര്യ കഴിക്കില്ല, ഭാര്യ ഉണ്ടാക്കി കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ നാളെ തന്നെ ഭർത്താവ് കൊണ്ടേ കുടുംബത്തിരുത്തും. അവിടെ ഇരുന്നിട്ട് കൃഷ്ണ 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 വിളിച്ചാൽ കൃഷ്ണൻ വരുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ജപത്തിലൂടെ എല്ലാം മാറ്റിയെടുക്കാൻ ശ്രമിക്കുക.
ഒരു സിമ്പിൾ വഴിയാണ്. നമ്മളെല്ലാവരും സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. നമുക്ക് അതിനു വേണ്ടി വ്യക്തിബന്ധങ്ങളെ കളയാൻ പറ്റില്ല, ബഹളം ഉണ്ടാക്കാൻ പറ്റില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല, വയലന്റ് ആവാൻ പറ്റില്ല. ആലോചിച്ച് നോക്കൂ. ജപിക്കുക, പ്രാർത്ഥിക്കുക, വായിക്കുക, അതിനൊരു ഭയങ്കരം ശക്തിയാണ്. ആ വഴികളിലൂടെ നമ്മൾ നമ്മളുടെ പ്രിയപ്പെട്ടവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. വയലൻസിലൂടെ മാറ്റിയെടുക്കാൻ നോക്കിയാൽ നടക്കൂല. ഇത് കലിയുഗമാണ്, പ്രശ്നങ്ങളുണ്ടാവും. എന്തിന് കൂടുതൽ ടെൻഷൻസ് എടുത്ത് തലയിൽ വെക്കണം? കുറച്ചും കൂടെ ബുദ്ധിപരമായി ഓരോ വഴികൾ ആലോചിക്കുക. മനസ്സിലാവുന്നില്ലേ? അതിന് കാരണം എന്താണ്? ജീവൻ സത്വരജസ് തമസ് എന്നീ 3 ഗുണങ്ങളാൽ ആവൃതനായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം അല്ലെങ്കിൽ ജീവൻ രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം, ഈ 3 ഗുണത്തിലുണ്ടാവും. ചില നേരം നമ്മൾ ഭയങ്കര നല്ല മൂഡിലായിരിക്കും, സത്വഗുണത്തിലായിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ആ ഹോ ഹീ അല്ലെ. ചില സമയത്ത് നമ്മളങ്ങനെ ഭയങ്കരം രജോ ഗുണത്തിലായിരിക്കും, ദേഷ്യം വരും. പിന്നെ തമോ ഗുണത്തിൽ വന്ന പിന്നെ ആയുധങ്ങളൊക്കെ കൊണ്ടുള്ള കളിയാണ്. അതൊന്നും പിന്നെ അധികം എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മളെല്ലാവരും ത്രിഗുണങ്ങളാൽ എന്താണ് ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. അല്ലാതെ ഗോസ്വാമിമാരല്ല സദാസമയം എന്താ പറയാ പുഞ്ചിരി സ്മേരവധനവുമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഒരാൾക്ക് എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ കഴിയില്ല. അവർക്ക് അവരുടേതായ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പല ടെൻഷൻസ് ഉണ്ടാവും, പല പ്രശ്നങ്ങൾ ഉണ്ടാവും, പല വിഷമങ്ങൾ ഉണ്ടാവും. അത് സ്വാഭാവികം. ഒരു മനുഷ്യനിൽ നിന്ന് പുറത്തു വരും. ദേഷ്യവും വെറുപ്പും എന്താ പറയാ സഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളും ബഹളവും ഒക്കെ വരും, സ്വാഭാവികം. എന്ന് കരുതി ആ വ്യക്തി ഭക്തനല്ല ഭക്തയല്ല എന്നല്ല നമ്മൾ പറയേണ്ടത്. അവർ ഈശ്വരനാമം ജപിക്കുന്നവരാണ്. അവരെ അളക്കാൻ നമ്മൾ ആരുമല്ല, നമ്മളെ അളക്കാൻ മറ്റുള്ളവരും ആരുമല്ല. നമ്മൾ രജോ തമോ ഗുണങ്ങളിൽ സത്വഗുണങ്ങളിൽ പെട്ട ആൾക്കാരാണ് എല്ലാ ജീവാത്മാക്കളും. അതല്ലാത്തവരാരാണ്? ഗോസ്വാമിമാർ. നമ്മൾ ആരെങ്കിലും ജീവഗോസ്വാമിമാരാണോ? അല്ല. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? ഈ പറയുന്ന എനിക്കും ദേഷ്യം വരാറുണ്ട്, ബഹളം ഉണ്ടാക്കാറുണ്ട്, അത് കഴിയുമ്പോൾ നോർമൽ ആവാറുണ്ട്, സ്വാഭാവികം. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്ന പോലെ ആയിരിക്കില്ല പുറത്ത് പെരുമാറുന്നത്, പുറത്ത് പെരുമാറുന്ന പോലെ ആയിരിക്കില്ല ലൊക്കേഷനിൽ പെരുമാറുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും എന്താണ്? രജോ തമോ സത്വ ഗുണത്തിൽ ഉൾപ്പെട്ട വ്യക്തികളാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എങ്കിലും ഒരുപാട് വയലൻസിലേക്കൊന്നും പോകാതെ നമ്മൾ നമ്മുടെ ഓരോരോ വികാരങ്ങളെ കുറച്ച് 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 കൊണ്ടുവന്ന് സമയം കൊണ്ടും കാലക്രമത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? സത്വഗുണത്തിൽ നിൽക്കാൻ ശ്രമിക്കുക. അപ്പോഴും നമ്മളെക്കുറിച്ച് അപരാധങ്ങളും പ്രശ്നങ്ങളും എല്ലാം കേൾക്കും. ഒഴിവാക്കുക, എല്ലാം അങ്ങോട്ടേക്ക് വിടുക. മനസ്സിലായില്ലേ? അപ്പോൾ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. ഇത് ബ്രേസ്ലെറ്റ് അല്ല, വളയാണ്, കുപ്പിവള, സാധാ കുപ്പിവളയാണ്. അപ്പോൾ ഈ അടുത്ത കോഴിക്കോട് വരുന്നുണ്ടോയെന്ന് ആരോ ചോദിച്ചു. ഇപ്പോൾ ഉടനെ ഇല്ല, എങ്കിലും വരാനുണ്ട്. പിന്നെ ആരൊക്കെ ചോദിച്ചു വയ്യായികയൊക്കെ മാറി വന്നു. ഓൾമോസ്റ്റ് മാറി, സുഖമായിട്ട് ഇങ്ങനെ വരുന്നു, മെല്ലെ മെല്ലെ മെല്ലെ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെന്താ? ഈ 3 ഗുണങ്ങളുടെ സാമ്യാവസ്ഥ, അതായത് ഈ 3 ഗുണങ്ങൾ, നമ്മുടെ രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം, ഈ 3 ഗുണങ്ങളുടെയും സാമ്യത്തോടെയുള്ള അവസ്ഥയാണ് പ്രകൃതി അല്ലെങ്കിൽ മായ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും അന്വേഷിച്ച സംഭവമാണ് എന്താണ് മായ, എന്താണ് മായ, എന്താണ് മായ. ഈ 3 ഗുണങ്ങളും ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സാമ്യമുള്ള അവസ്ഥയുണ്ട്. ഈ അവസ്ഥയെയാണ് നമ്മൾ മായ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഭൗതിക പ്രകൃതി. ഭഗവാൻ സത്വഗുണം മാത്രമാണ്. എന്നാൽ ഭൗതിക പ്രകൃതി എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങളാൽ സമ്പുഷ്ടമാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ 3 ഗുണങ്ങളും ആരിലുണ്ട്? ജീവാത്മാക്കളിലുണ്ട്. അപ്പോൾ മായ എവിടെയാ ഉള്ളത്? പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആ മായയെ സത്വഗുണം കൊണ്ട് കൺട്രോൾ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ ഭക്തിയിലേക്ക് ഉയരാൻ സാധിക്കും. ക്ലിയർ? പ്രകൃതിയെ തന്നെ അവ്യക്തം എന്നും പറയുന്നു. നമുക്ക് പ്രകൃതിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും? അറിയാൻ സാധിക്കില്ല. നമുക്ക് ഈ ലോകത്ത് ഒന്നിനെയും അമിതമായി അറിയാൻ സാധിക്കില്ല. എത്ര കാലം ഒരാൾ നമ്മുടെ കൂടെ ഇരുന്നാലും നമുക്ക് അവരെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് ഈ കലിയുഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 16 വർഷം കൂടെ ജീവിച്ച ഭാര്യയാണ് കഴിഞ്ഞ ദിവസം ഒരാൾ വെട്ടിക്കൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുത്തത്. കഴുത്തിൽ താലി കെട്ടുമ്പോൾ അദ്ദേഹം ആ ലേഡി അറിഞ്ഞിരുന്നോ ഇയാൾ ഇങ്ങനെ ചെയ്യുമെന്ന്? അപ്പോൾ ഒരിക്കലും നമുക്ക് എന്താണ്, ഒരാളെയും നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാനോ വിശ്വസിക്കാനോ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ കാരണം വ്യക്തമായ ഈ ലോകം മുഴുവൻ
ബീജരൂപേണ അവ്യക്തത്തിൽ അടങ്ങിയിരിക്കുന്നു. എന്ന് വെച്ചാൽ വ്യക്തമായ ഈ ലോകം എന്ന് പറയുന്നത് വ്യക്തമാണ്. ഈ വ്യക്തമായ ലോകം മുഴുവൻ ബീജത്തിന്റെ രൂപത്തിൽ, വളരെ ചെറിയ രൂപത്തിൽ അവ്യക്തമായിരിക്കുന്ന ഭഗവാന്റെ വ്യക്തിത്വം നമുക്ക് അറിഞ്ഞൂടാ. അതറിയാനുള്ള യാതൊരുവിധ നോളജും നമുക്കില്ല. ഉണ്ടോ? എന്തെങ്കിലും കഴിവുണ്ടോ? നമുക്ക് ഭഗവാനെ കുറിച്ച് തിരിച്ചറിയാനുള്ള ഒരു കഴിവും ഇല്ല. അതിന് മാത്രമുള്ള ഒരു കപ്പാസിറ്റിയും നമുക്കില്ല. അല്ല, അദ്ദേഹം അനന്തമാണ്, ശ്രേഷ്ഠമാണ്, പരമ ദിവ്യോത്തമ പുരുഷനാണ്. അദ്ദേഹത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ നമുക്ക് എവിടെ സാധിക്കും? ഒരു രക്ഷയില്ല, കഴിയില്ല. അപ്പോ വ്യക്തമായിരിക്കുന്ന ഈ പ്രകൃതി അവ്യക്തമായിരിക്കുന്ന ഈശ്വരനിൽ ഒരു ബീജരൂപത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതായത് എല്ലാം ഭഗവാനിൽ നിന്ന് തന്നെയാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പുരുഷൻ പ്രകൃതിയോട് താദാത്മ്യഭാവം പ്രാപിക്കുന്നതിനാലാണ് ബദ്ധനായിത്തീരുന്നത്. പ്രകൃതി ഈശ്വരന്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. സമസ്തവും വരുന്നത് ഈശ്വരനിൽ നിന്നാണ്. അത് മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ പരബ്രഹ്മരൂപിയായ പുരുഷന് വികാരങ്ങളൊന്നുമില്ല. ഭഗവാന് യാതൊരുവിധ വികാരങ്ങളും ഇല്ല. അച്ഛാ, കളിയാക്കാൻ അറിഞ്ഞ് തിരിച്ചിരിക്കുകയല്ലേ? മനസ്സിലായി. ബേബിയമ്മ പ്രാർത്ഥനയിലുണ്ട്, ധൈര്യമായിട്ടിരിക്കും. അപ്പോ പിന്നെ ആരോ ഹാരത്തിന്റെ കാര്യം ചോദിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോന്ന് നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു സമയം ഒന്നല്ലേ ഇടാൻ പറ്റൂ, വരുന്നുണ്ട് വഴിയെ വന്നോളും കേട്ടോ ശ്രീകലാ മാതാജി. അപ്പോ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ഭഗവാന് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നുമില്ല. മനുഷ്യനായി ജീവിക്കുന്ന നമുക്കാണ് വികാരങ്ങൾ. നമുക്ക് ദേഷ്യം, വാശി, വെറുപ്പ്, അസൂയ, അഹങ്കാരം, കുശുമ്പ് എല്ലാം നമുക്കുണ്ട്. ഭഗവാൻ ഇതൊന്നുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം സത്വ സമ്പൂർണമായിരിക്കുന്നത്. മനസ്സിലായില്ലേ? സത്വ സമ്പൂർണമായിരിക്കുന്നത് അതുകൊണ്ടാണ്. അജ്ഞാനമൂലകങ്ങളായിരിക്കുന്ന വികാരങ്ങൾ കൊണ്ടുണ്ടാകുന്ന നാനാത്വത്വത്തെ വിട്ട് ജ്ഞാനമൂലകമായിരിക്കുന്ന ഏകത്വത്തെ പ്രാപിക്കുമ്പോഴാണ് മനുഷ്യൻ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. ടോയ്ലറ്റിന്റെ മാലിന്യം നിറഞ്ഞ വെള്ളം പോലും ഓരോ വഴികളിലൂടെ ഒഴുകി വന്നിട്ടാണ് എവിടെ എത്തുന്നത്? സമുദ്രത്തിലെത്തുന്നത്. ആ സമുദ്രമാണ് നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. ശരിയല്ലേ? ആ സമുദ്രത്തിൽ ഗംഗയുണ്ട്, യമുനയുണ്ട്, കാവേരിയുണ്ട്, നർമ്മദയുണ്ട്, എല്ലാ നദികളും ഉണ്ട്, ടോയ്ലറ്റിലെ വെള്ളമുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റും. എല്ലാ അശുദ്ധിയും അതിലുണ്ട്, എന്നാൽ എല്ലാ ശുദ്ധിയും അതിലുണ്ട്. സമസ്തവും അതിലാണ്. അതേപോലെ നമ്മുടെ ജീവിതവും പല 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 വഴികളിലൂടെ, പല പല സാഹചര്യങ്ങളിലൂടെ, നല്ലതും ചീത്തയുമായ പല അവസ്ഥകളിലൂടെ, പല വ്യക്തികളിലൂടെ കടന്നു പോകും. എന്നിട്ടായിരിക്കും അവസാനം നമുക്കൊരു സമാധാനം ഉണ്ടാവുന്നത്, ശാന്തി ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, അജ്ഞാനമൂലകങ്ങളായിരിക്കുന്ന വികാരങ്ങൾ കൊണ്ടുണ്ടാകുന്ന, അതായത് അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന പല പല വികാരങ്ങൾ നമുക്കുള്ളിലുണ്ട്. ആ വികാരങ്ങൾ കൊണ്ടുണ്ടാകുന്ന നാനാത്വത്വത്തെ വിട്ടിട്ട്, പലതിനെയും വിട്ടിട്ട് ജ്ഞാനമൂലകമായിരിക്കുന്ന, അതായത് ഏകമായിരിക്കുന്ന സത്യത്തെ, ഏകത്വത്തെ പ്രാപിക്കുമ്പോഴാണ്, ആ ഈശ്വരനെ പ്രാപിക്കുമ്പോഴാണ് മനുഷ്യൻ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. അവിടെ ജീവിത ലക്ഷ്യത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും ഭഗവാൻ എന്താണ്, ഭഗവാൻ ആരാണ്. അപ്പോഴേക്കും നമുക്ക് പോകാനുള്ള സമയമായി. അദ്ദേഹം പറയും, ഓക്കെ, നിന്റെ ഇവിടുത്തെ ടിക്കറ്റിന്റെ ഡ്യൂറേഷൻ, വാലിഡിറ്റി കഴിഞ്ഞു, ഇനി നിനക്ക് വരാം. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സ്ഥലം വേണ്ട, നമ്മൾ ഉണ്ടാക്കിയ സൗന്ദര്യം വേണ്ട, മണിമാളിക വേണ്ട, ഒന്നും വേണ്ട. ശരീരം ജഡമായി മാറുന്ന അവസ്ഥയായി. അപ്പോൾ നമ്മൾ എന്താ പറയാ? ഓ, എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല, എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ തൃപ്പാദങ്ങളിൽ എത്തിയാൽ മതി, നാരായണ 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 എന്ന അവസ്ഥയിലേക്ക് പോകും. ഇന്ന് കൊമ്പും കുഴലും എടുത്തിട്ട് ഇന്ന് ആരോഗ്യം ഉണ്ടാകുമ്പോൾ തുള്ളുന്ന തുള്ളലും ചാട്ടവും അഹങ്കാരവും അസൂയയും കുശുമ്പും ദേഷ്യവും വാശിയും, അവരെ നശിപ്പിക്കണം, ഇവരെ നശിപ്പിക്കണം, അത് വെല്ലുവിളിക്കും, ഇത് വെല്ലുവിളിയും, മറഞ്ഞിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം തീരും. ബെഡ്റൂമിൽ നിന്ന് കിച്ചണിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കും. ആ യുഗം അവസാനിക്കും. എന്തിനു വേണ്ടി മത്സരിച്ചു? ആരോട് മത്സരിച്ചു? ഒരുപാട് സഹായിച്ചവരെ പോലും നന്ദിയില്ലാത്ത രീതിയിൽ കണ്ട് ദ്രോഹിച്ച് ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് അവസാനം ടാറ്റ ബൈ ബൈ പറയുമ്പോൾ ആ ചെയ്തു കൂട്ടിയതായിരിക്കും കൊണ്ടുപോകാൻ പോണത്. അത് മാത്രം, ബാക്കി സ്വന്തം മക്കളും അനുഭവിക്കും, തലമുറകളും അനുഭവിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മിണ്ടാതിരിക്കുക.
നമുക്ക് ഈശ്വരൻ മതി എന്ന ഭാവത്തിൽ മിണ്ടാതെ ഇരുന്ന് സമസ്തവും അദ്ദേഹത്തിൻ്റെ തൃപാദങ്ങളിൽ നമ്മൾ സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിച്ചിട്ട് നമുക്ക് പോവാം. ഒന്നും കൊണ്ടുപോകാനില്ലാത്ത ഈ ലോകത്ത് ഈശ്വരനാമം മാത്രമാണ് നമുക്ക് ബലമായിട്ടുള്ളത്, ഇല്ലേ? അങ്ങനെ ജീവിച്ചു പോവാം. അപ്പോൾ നമുക്ക് എന്തായി? മോക്ഷമായി. അപ്പോൾ നമ്മൾ ഭഗവാനിലേക്ക് എത്തും. അദ്ദേഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായി? മോക്ഷമായി. അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ദാരിദ്ര്യാവസ്ഥയിൽ വീണ്ടും നമ്മൾ ജനിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ജീവിതമൊക്കെ എന്തിനാ? ഈ ജനിച്ചതേ വയ്യ, അനുഭവങ്ങളുടെ ഒരു പേമാരിയാണ്. ഇനിയും ഉണ്ടാക്കി വെച്ചിട്ട് ഇനിയും ജനിച്ചിട്ട് ഇനിയും കഷ്ടപ്പെടേണ്ട ആവശ്യം നമുക്ക് വല്ല കാര്യമുള്ള കാര്യമാണോ? അല്ല. ജീവൻ ബുദ്ധിയോടുകൂടി ചേരുമ്പോൾ, നമ്മുടെ ഈ ജീവൻ ബുദ്ധിയുമായി കണക്റ്റ് ആവുമ്പോൾ ബുദ്ധിയുടെ ഗുണങ്ങളോട് കൂടിയവനാകുന്നു. മനസ്സിലായില്ലേ? ശ്രീകണ്ഠൻ പ്രഭു, ഇന്നലെ എന്നോട് ആരോ ചോദിച്ചു കുംഭമേളയ്ക്ക് പോകാൻ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോന്ന്. അങ്ങേക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് മെസ്സേജ് ഇട്ട് വെക്കണേ, അവരെ കണക്ട് ചെയ്തുതരാം. ജീവൻ ബുദ്ധിയോടുകൂടി ചേരുമ്പോൾ ബുദ്ധിയുടെ ഗുണങ്ങളോട് കൂടിയവനാകുന്നു. ബ്രഹ്മത്തോടുകൂടി ചേരുമ്പോൾ ബ്രഹ്മത്തിന്റെ ഗുണങ്ങളോട് കൂടിയവനാകുന്നു. ഈ ബുദ്ധിയിൽ ആലോചിക്കും, എങ്ങനെ പണി കൊടുക്കാം, എങ്ങനെ ദ്രോഹിക്കാം. അങ്ങനെ നമ്മൾ അടുത്ത ഒരാളെ നേരെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തായി? അക്കാലങ്ങൾ അത്രയും ഭഗവാനെ വിളിച്ചത് വേസ്റ്റായി. ആ നാളുകൾ അത്രയും ഈശ്വരനെ വിളിച്ചത് വേസ്റ്റായി. അറിയാതെ നമ്മൾ പോയിട്ട് ദുരിതത്തിൽ കാലെടുത്ത് വെക്കുകയാണ്. ഈ കാലങ്ങൾ അത്രയും അനുഭവിച്ചതൊന്നും മതിയായിട്ടില്ല. ഇനിയും അനുഭവിക്കാനുള്ളത് എരന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാനോട്. എത്ര നാൾ ഈശ്വരന്റെ നാമം ജപിച്ചിട്ടായിരിക്കും ഒന്ന് ശ്വാസം വിടാൻ പറ്റിയത്? വീണ്ടും നമ്മളായിട്ട് ബ്ലോക്ക് ഉണ്ടാക്കി കൊടുക്കണം, അതിന്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? ജീവനെ ബുദ്ധിയുമായിട്ട് കണക്ട് ചെയ്യാതിരിക്കുക. കാരണം ബുദ്ധി എന്ന് പറഞ്ഞാൽ കപട ബുദ്ധിയാണ്, കുബുദ്ധിയാണ്. നല്ല ബുദ്ധിയൊന്നും എനിക്ക് തോന്നുന്നില്ല ആരില്ലെങ്കിലൊക്കെ പ്രവർത്തിക്കുമെന്ന്. അങ്ങനെയുള്ളവരാണെങ്കിൽ സാത്വികതയെ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ നല്ല ബുദ്ധിയിൽ ഈശ്വരനെ നമ്മൾ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ നല്ല ബുദ്ധി ഉണ്ടാവും. ആരെയും ദ്രോഹിക്കാൻ പോവില്ല. എത്ര വേണമെങ്കിലും ചെയ്തോട്ടെ, എത്ര വേണമെങ്കിലും പറഞ്ഞോട്ടെ, എത്ര വേണമെങ്കിലും ഉപദ്രവിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിരിക്കും. മിണ്ടാണ്ടിരുന്ന് സഹിക്കുമല്ല. നമുക്ക് തന്നെ ജീവിതത്തിൽ ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുണ്ട്. ഇനി മറ്റുള്ളവരെയും കൂടെ ദ്രോഹിക്കാനിരിക്കാൻ സമയം കണ്ടെത്തുക എന്നൊക്കെ പറയണത് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നമ്മുടെ കാര്യം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെടാനുള്ള വഴി തേടി പിടിക്കുക. നമ്മുടെ ബാധ്യതകളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ കഷ്ടതകളും തന്നെ ആവശ്യത്തിലേറെയുണ്ട്. നമ്മുടെ മക്കൾ തന്നെ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കണം. അവരെയെങ്കിലും നന്നാക്കാൻ നോക്കുക. അല്ലാതെ നമ്മൾ എന്ത് ചെയ്ത്? നമുക്കോ ജോലിയില്ല, നമുക്കോ ഒന്നുമില്ല. നാളെ എന്ന് പറയുന്ന ലോകത്ത് നമുക്കൊന്നുമില്ലാതെ ജീവിക്കണം. ആ സന്ദർഭം നോക്കാതെ മറ്റുള്ളവരെ പോയിട്ട് തോണ്ടാൻ നിൽക്കുകയാണെങ്കിൽ ആ പാപവും കൂടി നമ്മൾ ഏറ്റെടുക്കണം. അവർ നന്നാവോ നാറോ നശിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എനിക്ക് കിട്ടിയ സമയം ഞാൻ ഈശ്വരനാമം ജപിക്കാനാണ് ഉപയോഗിക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായി? ഈശ്വരനോട് നമ്മൾ അടുക്കുന്ന അവസ്ഥയായി. ബ്രഹ്മത്തോട് ചേരുമ്പോൾ ബ്രഹ്മത്തിന്റെ ഗുണത്തോട് കൂടിയതാവുന്നു. അപ്പോൾ നമ്മളിവിടെ ഈശ്വരനോട് അടുക്കുമ്പോൾ എന്തായി? ബ്രഹ്മത്തോട്, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ. ഈശ്വരനോട് അടുക്കുമ്പോൾ ഈശ്വരന്റെ ഗുണങ്ങളാണ് നമ്മളിലേക്ക് വരിക. ദ്രോഹിച്ചവനോടും ക്ഷമിക്കാൻ തോന്നും, അപമാനിച്ചവനോടും ക്ഷമിക്കാൻ തോന്നും, വേദനിപ്പിച്ചവനോടും പുഞ്ചിരിക്കാൻ തോന്നും. അത് ബ്രഹ്മത്തിന്റെ ഗുണമാണ്. കിട്ടിയ ഒരു സൂചിമൊന അളവിൽ കിട്ടിയ സാഹചര്യം ദുർവിനിയോഗം ചെയ്ത് ദുരിതപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ സ്വന്തം കണ്ണിലെ കരടെടുക്കാതെ അന്യന്റെ കണ്ണിലെ മരക്കഷ്ണം എടുക്കാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ? നാളെ ഇത് വേറെ രീതിയിൽ തിരിച്ചടിക്കുമെന്ന ഓർമ്മ വേണം നമുക്ക്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ നോക്കുക, നമ്മുടെ ദുരിതങ്ങൾ തീർക്കാൻ നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എങ്ങനെങ്കിലും ഭഗവാനിലേക്ക് എത്താൻ നോക്കുക. കാരണം നാളെ നമ്മൾ ജീവിച്ചിരിക്കണ്ടോന്ന് അറിയില്ല. ഇന്ന് രാത്രി വരെ മറ്റുള്ള ആൾക്കാർക്ക് ഇട്ട് പാര വെച്ചിട്ട് നാളെ രാവിലെ സൈലന്റ് അറ്റാക്കിൽ ചത്തുപോയാൽ എന്തിനു പറ്റി? ഒന്ന് കാല് തന്നെ താഴെ വീണാൽ മതി, തലയുടെ ബാക്കടിച്ചൊന്ന് വീഴാൻ, അല്ലേ? അങ്ങനെ കിടക്കും കോമാ സ്റ്റേജിൽ. അപ്പം ആ അവസ്ഥ നമുക്ക് വരുമോ ഇല്ലേ എന്നറിയാതെയാണ് ഓരോ മനുഷ്യനും കാലെടുത്ത് മുന്നോട്ട് വെക്കുന്നത്. അപ്പം ആ കലിയുഗത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ നിമിഷവും അദ്ദേഹത്തിനെ കുറിച്ച് ചിന്തിക്കുക, ഓരോ നന്മ ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നും സംസാരത്തിലേക്കും മറ്റൊന്നും മോക്ഷത്തിലേക്കും നയിക്കുന്നു. ബുദ്ധിയുമായി ആലോചിച്ചിട്ട് കുതന്ത്രങ്ങൾ മെനയാണെങ്കിൽ സംസാരത്തിലേക്ക്, ഈ ലോകത്തിന്റെ സംസാര ദുഃഖത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ബ്രഹ്മത്തോടുകൂടി നമ്മൾ ജീവൻ കണക്റ്റ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ മോക്ഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് ഏത് വഴിക്ക് പോകണമെന്ന് നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കുക. ഏത് വഴിക്ക് പോകണം? ബ്രഹ്മത്തിലേക്ക് പോകണോ അതോ സംസാര ദുഃഖത്തിലേക്ക് പോകണോ? ബുദ്ധിയോടുകൂടി ചേർന്നിരിക്കുമ്പോൾ ബുദ്ധി കൽപ്പിതങ്ങളായിരിക്കുന്ന നാനാ വിഷയങ്ങളിൽ ഏർപ്പെട്ട് വിഷമിക്കുന്നു.
അല്ലേ? ബുദ്ധിയോടുകൂടി ചേർന്ന് കഴിഞ്ഞാൽ ബുദ്ധി തരുന്ന കുറേ ദുരിതങ്ങളുണ്ട്. നല്ലത് കണ്ടാലും ചീത്ത തോന്നുന്ന നിമിഷങ്ങൾ. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യരുത്? പോയിട്ട് തലവെക്കരുത്. അങ്ങനെ തലവെക്കാതെ നമ്മൾ വിഷമിക്കാതെ സ്വസ്ഥമായിട്ട് മോക്ഷത്തിലേക്ക് ബ്രഹ്മത്തോടു കൂടി പോകാൻ ശ്രമിക്കാം. ആധ്യാത്മിക സാധനങ്ങൾ കൊണ്ട് ബുദ്ധിയിൽ നിന്നും ബുദ്ധി കാര്യങ്ങളിലും നിന്ന് ജീവനെ വേർപെടുത്തിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ബുദ്ധിയിൽ നിന്നും ബുദ്ധി കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ജീവനെ വേർപെടുത്തിയിട്ട് പരമാത്മാവിനോട് ചേർന്ന് നിന്നാൽ പിന്നെ സംസാരമില്ല. ഭഗവാനോട് കൂടി ചേർന്ന് നിന്നാൽ പിന്നെ എന്തായി? നമുക്ക് സംസാര ദുഃഖം നമ്മളെ കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ശാന്തി കിട്ടും, സമാധാനം കിട്ടും, ഒരു സ്വസ്ഥത കിട്ടും നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ ബുദ്ധിയോട് കൂടിയാണ് ചേർന്ന് നിൽക്കുന്നതെങ്കിലോ കുറേ പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ പോവുക. തീരാത്ത പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകും. അതിലും ഭേദം നമുക്ക് ഭഗവാനോട് അടുക്കാം. ഇത് അനുഭവപ്പെടുത്തുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് വസിഷ്ഠമുനി നിർത്തി. ഇതാണ് നമുക്ക് വേണ്ടത്. ബ്രഹ്മത്തോടുകൂടി ചേരാൻ ശ്രമിക്കാം. മറ്റുള്ളവന്റെ വീട്ടിൽ എന്ത് നടക്കുന്നു, അവൻ വളരുന്നുണ്ടോ, ഇവൻ വളരുന്നുണ്ടോ, ഇവനിട്ട് കൊടുക്കണം, അവനിട്ട് കൊടുക്കണം, ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം മാറ്റി നിർത്തിയിട്ട് ബ്രഹ്മത്തോടു കൂടി അടുക്കാം. ഒന്നുമില്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയം ദേവി മാഹാത്മ്യം എടുത്ത് വായിക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഗീത എടുത്ത് വായിക്കുക. അല്ലെ മറ്റെന്തെങ്കിലും ചെയ്യും. ഭഗവാന്റെ കാര്യങ്ങളിലേക്ക് ശ്രമിക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ ബുദ്ധിയോടുകൂടി ചേർന്ന് ദുഃഖത്തിലേക്ക് പോകുന്നതിനും പകരം എന്തായി? ബ്രഹ്മത്തിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ പ്രതിസന്ധികളൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നത് കാണാം. അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കായിരിക്കും നമ്മുടെ ജീവിതം പോകുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വേണ്ട, അല്ലേ? ഭീഷ്മ പിതാമഹൻ പറയാണ്, അല്ലയോ യുധിഷ്ഠിര, വസിഷ്ഠൻ ജനകരാജാവിന് ഉപദേശിച്ച ഈ ജ്ഞാനമാണ് വിശിഷ്ടമായിട്ടുള്ളത്. എന്താണ്? ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരനോട് പറയാണ്, അല്ലയോ യുധിഷ്ഠിര, വസിഷ്ഠ മുനി ജനക മഹാരാജാവിനാണ് ഇത്രയും വലിയൊരു ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നത്. ഹിരണ്യഗർഭനിൽ നിന്നും വസിഷ്ഠനും, വസിഷ്ഠനിൽ നിന്ന് നാരദനും, നാരദനിൽ നിന്ന് ഞാനും ഈ ജ്ഞാനം നേടി. ആലോചിക്കണം, ഇത്ര വലിയൊരു അറിവാണ് നമ്മളിവിടെ പഠിച്ചത്. നിസാരമെന്ന് തോന്നുന്ന, എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്ന കാര്യമല്ല ഇത്. ഇത് വലിയൊരു കാര്യമാണ്. ഇതൊരു വലിയ ജ്ഞാനമാണ്. ആ ജ്ഞാനം എങ്ങനെയാണ്? ഹിരണ്യഗർഭനിൽ നിന്ന് ആര് പഠിച്ചു? വസിഷ്ഠൻ പഠിച്ചു. വസിഷ്ഠനിൽ നിന്ന് ആരാണ് പഠിച്ചത്? നാരദൻ പഠിച്ചു. നാരദനിൽ നിന്ന് ആരാണ് പഠിച്ചിരിക്കുന്നത്? ഭീഷ്മ പിതാമഹൻ പഠിച്ചു. അങ്ങനെ ഭീഷ്മ പിതാമഹനിൽ നിന്ന് ഇപ്പോൾ യുധിഷ്ഠിരനിലേക്കും എത്തിയിരിക്കുകയാണ്. ഈ ജ്ഞാനം നേടിയാൽ പിന്നെ വീണ്ടും ജന്മമെടുക്കാൻ ഭൂമിയിലേക്ക് വരില്ല. കാരണം എന്താ? നമ്മൾ മറ്റുള്ളവരെ കുറ്റം തേടി കണ്ടുപിടിച്ച് പറഞ്ഞ് നമ്മുടെ കർമ്മഫലം കൂട്ടിയിട്ട് നമ്മൾ ഈ ഭൂമിയിൽ വീണ്ടും വരില്ല. ആ സമയം കൊണ്ട് ബ്രഹ്മത്തിലേക്ക് നമ്മൾ അടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയിൽ വരേണ്ട ആവശ്യമേ ഇല്ല. അല്ലെങ്കിൽ സംസാര ദുഃഖത്തിൽ വീണ്ടും വരാം. ഈ ജന്മം സാമ്പത്തികമില്ലാതെ ജനിച്ച് കഷ്ടപ്പെട്ട് ഇങ്ങനെ പോകുമ്പോൾ അടി കൂടെ ആൾക്കാർക്ക് പാര വയ്ക്കാൻ നടക്കുകയാണെങ്കിൽ ഇനിയും പിച്ചക്കാരനെ പോലെയോ പിച്ചക്കാരിയെ പോലെയോ നമുക്ക് ജീവിക്കാം, ദുരിതമായി ജീവിക്കാം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഭഗവാനോട് അടുത്തടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. ആത്മജ്ഞാനം നേടാത്തവർ മരണാനന്തരം വീണ്ടും ഭൂമിയിൽ വന്ന് പിറക്കും. ഇത് വലിയൊരു ആത്മജ്ഞാനമാണ്. ഈ ആത്മജ്ഞാനം നേടിയിട്ടില്ല എങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക? വീണ്ടും നമ്മൾ ഭൂമിയിൽ വന്ന് ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കും. ക്ഷരത്തെയും അക്ഷരത്തെയും ശരിക്ക് അറിയുന്നവൻ വിഷമിക്കില്ല. എന്താണ് നല്ലത്, എന്താണ് ചീത്ത എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല. ഭഗവാനോട് അടുത്തടുത്ത് ജീവിക്കും തോറും നമുക്കിങ്ങനെ എന്താ പറയാ, നമ്മൾ എന്തിലെങ്കിലും കോൺസെൻട്രേറ്റ് ആവുമ്പോഴാണ്, ഇപ്പം ഒരാൾ നമ്മളെ വേദനിപ്പിച്ചു, അതിൽ തന്നെ ചിന്തിച്ചിരുന്ന് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? വിഷമം ഉണ്ടാവുന്നത്. പറയുന്നവർ പറയട്ടെ, വിഷമിപ്പിക്കുന്നവർ വിഷമിപ്പിക്കട്ടെ,
ഒറ്റപ്പെടുത്തുന്നവർ ഒറ്റപ്പെടുത്തട്ടെ, അവരുടെ ജോലി അതാണ്. അവർക്ക് മറ്റ് ഒന്നിനും ശ്രദ്ധിക്കാനില്ല. അവർ കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്നവരാണ്. സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസമായിട്ടും ജോലിയോടും ആരോഗ്യത്തോടൊക്കെ പൂർണ്ണമായി ഇരിക്കുന്നവരാണ്. അവർക്കിനി സമയമൊക്കെ വേസ്റ്റ് ആയിരിക്കണം. അപ്പം അതുകൊണ്ട് ഇങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ഇറങ്ങിത്തിരിക്കും. അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നവരാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ഇറങ്ങിത്തിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമുക്ക് 1008 പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വരാൻ വേണ്ടി ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുകയും നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുകയും അങ്ങോട്ടോടെ ഇങ്ങോട്ടോടെയൊക്കെ ചെയ്യും. ഒരു ജോലിയും കൂലിയും ഇല്ലാത്തവർ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ സമയം കണ്ടെത്തും. നമുക്കാണെങ്കിലോ ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് അതിനുള്ള സമയം നമുക്കില്ല എന്ന് മാത്രം നമ്മൾ ആലോചിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്ഷരത്തെയും അക്ഷരത്തെയും തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ എന്തായി? വിഷമിക്കില്ല, ഒരിക്കലും വിഷമിക്കില്ല. അജ്ഞാനമാകുന്ന സാഗരം കടന്ന് ശുദ്ധനാവുവാൻ ശ്രമിക്കുകയാണ് ഒരുവന്റെ കർത്തവ്യം. നമ്മൾ കുറേ വിവരമില്ലായ്മ കൊണ്ട് പലതും ചെയ്തു. പലരെയും സ്നേഹിച്ചു, പലരെയും വിശ്വസിച്ചു, പലരെയും സഹായിച്ചു, പലരെയും ചേർത്ത് നിർത്തി, പലരെയും ഒഴിവാക്കി, പല സ്ഥലങ്ങളിലും പോയി, പലതും സ്ഥലങ്ങളിലും പോകാതിരുന്നു, പൂജ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നു, പൂജ ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധയില്ലാതെ ചെയ്തിരുന്നു, നോൺ വെജ് കഴിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു, പല 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 വഴികളിലൂടെ പോയി. ജോലി ചെയ്യേണ്ട സമയത്ത് കിടന്നുറങ്ങി. ഇതെല്ലാം ചെയ്തു, എല്ലാം സംഭവിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇനിയെങ്കിലും നമ്മൾ നമ്മളായി ജീവിക്കാൻ ശ്രമിക്കുക. നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ എന്ന വ്യക്തമായ ബോധത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുക? ശുദ്ധനാകാൻ ശ്രമിക്കുക. ഇതാണ് ഒരു വ്യക്തിയുടെ കർത്തവ്യമെന്ന് ശ്രീ മഹാഭാരതത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. നീയും അഗാധവും ദുസ്തരവുമായിരിക്കുന്ന ആ സമുദ്രം കടക്കാൻ ശ്രമിക്കുക യുധിഷ്ഠിര എന്നാണ് പറയുന്നത്. ഈ സംസാര സാഗരം എന്ന് പറയുന്നത്, ബിന്ദുമേ, ഈ ലോകം എന്ന് പറയുന്നത് ഒരു വലിയൊരു ദുഷ്കരമായിരിക്കുന്ന ഒരു സമുദ്രമാണ്. ആ സമുദ്രം കടക്കാൻ യുധിഷ്ഠിരനോട് ആര് പറയുന്നു? ഭീഷ്മ പിതാമഹൻ പറയാണ്. ഇത് കടക്കാൻ ശ്രമിക്കുക. ഈ ഒരു വൃത്തികെട്ട നമ്മുടെ അവസ്ഥയിൽ നിന്ന് നമ്മൾ പുറത്തു വരാൻ ശ്രമിക്കുക. പുറത്തു വന്നിട്ട് സമാധാനത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ട് ഭീഷ്മ പിതാമഹൻ ഈ ഒരു കാര്യം അവസാനിപ്പിക്കുകയാണ്. ഇനി വസുമാന് മഹർഷിയുടെ ഉപദേശമാണ് അടുത്തത്. യുധിഷ്ഠിരന്റെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, കാമങ്ങളിൽപ്പെട്ട് വലയുന്ന മനുഷ്യന് അവയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്ത് എന്നായിരുന്നു. ഒരുപാട് കാമങ്ങളുണ്ട്. കാമം എന്ന് പറഞ്ഞാൽ ശരീരത്തോട് മാത്രമുള്ള കാമമല്ല. പല വസ്തുക്കളോട്, പല സാഹചര്യങ്ങളോട്, പല വാക്കുകളോട്, പല സാധനങ്ങളോട്, പല വ്യക്തികളോട്, പല അവസ്ഥകളോടെല്ലാം നമുക്ക് കാമമുണ്ട്, ഇല്ലേ? വണ്ടികളോട് ഒക്കെയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാമത്തിൽപ്പെട്ട മനുഷ്യന് അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അതിന് ഭീഷ്മ പിതാമഹൻ പറയുന്നൊരു മറുപടി ഉണ്ട്. പണ്ടൊരിക്കൽ ജനക മഹാരാജാവിന്റെ പുത്രനായ വസുമാൻ കാട്ടിൽ നായാട്ടിന് പോയപ്പോൾ ജ്ഞാനിയും സംയത്തേന്ദ്രിയനുമായിരിക്കുന്ന ഒരു മഹർഷിയെ കണ്ടിട്ട് അടുത്ത് ചെന്ന് ചോദിച്ചു. ആരാണ്? ജനക മഹാരാജാവിന്റെ മകനാണ് ആര്? വസുമാൻ. വസുമാൻ കാട്ടിൽ നായാട്ടിന് പോയി. അപ്പോ ജ്ഞാനിയായിരിക്കുന്ന ഒരു മഹർഷിയെ കണ്ടു. എന്നിട്ടോ അടുത്ത് ചെന്നിട്ട് അദ്ദേഹം ആ ജ്ഞാനിയായിരിക്കുന്ന മഹർഷിയോട് ചോദിക്കുകയാണ്, ഭഗവാനെ, മനുഷ്യദേഹം നശ്വരമാണ് അല്ലെ? എന്താണ്? മനുഷ്യദേഹം നശ്വരമാണ്, നശിച്ചു പോകും നമ്മുടെ ശരീരം. മനുഷ്യൻ കാമിയുമാണ്. അങ്ങനെയിരിക്കെ ശാന്തി കിട്ടാൻ ഈ ലോകത്തിലും പരലോകത്തിലും ശ്രേയസ് നേടുവാൻ എന്താണ് മാർഗം? ഈ ലോകത്തും നമുക്ക് ശ്രേയസ് വേണം. ഇനി ഒരു ലോകമുണ്ട്. ആ ലോകത്തിലും പരലോകത്തിലും നമുക്ക് എന്ത് വേണം? ശ്രേയസ് വേണം. മനുഷ്യന്റെ ശരീരമാണെങ്കിൽ നശിച്ചും പോകും. അപ്പോൾ ഇതിനെന്താണൊരു വഴി? മനസ്സ് ഇങ്ങനെ നമ്മളെ ഓരോരോ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ വലിച്ചഴച്ച് കൊണ്ടുവരികയാണ്. നമ്മൾ എത്ര വേണ്ട ഭക്തിയിൽ നിൽക്കണം എന്ന് വിചാരിച്ചാലും മനസ്സ് ഇങ്ങനെ നമ്മളെ താഴേക്ക് വലിച്ചു കൊണ്ടുവരികയാണ്. ഇതിൽ നിൽക്കൊന്ന് പുറത്തു വരാൻ, ഈ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരാൻ എന്താണ് ഒരു വഴി എന്ന് ചോദിച്ചു. അത് കേട്ട് മഹർഷി പറയാണ്, അലയോ രാജാവേ, കാമിയായ ഒരുവൻ എപ്പോഴും ശ്രേയസ്സിന് വിരുദ്ധങ്ങളായിരിക്കുന്ന കർമ്മങ്ങളാണ് ഇച്ഛിക്കുന്നത് അല്ലേ? ഒരു മിനിറ്റ്. നമസ്തേ.
കഴിയുന്നതും വൈകിട്ടൊരു 6 മണി വരെയൊക്കെ ഒന്ന് വിളിക്കാൻ, 6 അല്ല ഒരു 5:30 മണി വരെ വിളിക്കാൻ ശ്രമിക്കാം മഞ്ജരീസ് നമ്പറിലേക്ക്. കാരണം എപ്പോഴും കോൾസ് എടുക്കാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഈ ഒരു ടൈമില്ലാത്ത പോലെയാണ് നമുക്ക് കോൾസ് വരുന്നത്. കഴിയുന്നതും രാവിലെ ഒരു 10 മണി മുതൽ 5 മണി വരെയുള്ള സമയത്തിൻ്റെ ഉള്ളിൽ മഞ്ജരീസിൻ്റെ നമ്പറിലേക്ക് വിളിക്കാൻ ശ്രമിക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ പറയുന്നു, അല്ലയോ രാജാവേ, കാമിയായ ഒരുവൻ എപ്പോഴും ശ്രേയസിന് വിരുദ്ധങ്ങളായിരിക്കുന്ന കർമ്മങ്ങളാണ് ഇച്ഛിക്കുന്നത്. ശ്രേയസ് അല്ല ഇച്ഛിക്കുക. പിന്നെയോ പേര്, പ്രശസ്തി, പണം, ധനം, അങ്ങനെ 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 ഓരോ കാര്യങ്ങൾക്കാണ് ആഗ്രഹിക്കുന്നത്. അത് ഇഹത്തിനും പരത്തിലും ശ്രേയസിന് പറ്റിയതല്ല. ഒരാളെ പറ്റിക്കുക, വഞ്ചിക്കുക, അവരിൽ നിന്ന് പണം എടുക്കുക, അപഹരിക്കുക, അല്ലെങ്കിൽ വസ്തുവകകൾ കൈപ്പറ്റുക, നന്ദിയില്ലാതിരിക്കുക. ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒരാളുടെ കൈകൊണ്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ നന്ദി കാണിക്കാത്തവന് ഭാഗവതത്തിൽ ഭഗവാൻ പറയുന്നു ഒരിക്കലും മാപ്പില്ല എന്ന്. വ്യഭിചാരിയോട് പോലും ഭഗവാൻ ക്ഷമിക്കും. ഒരു നേരം ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിച്ചിട്ട് നന്ദി കെട്ട സ്വഭാവം കാണിച്ചാൽ ആ വ്യക്തി പിന്നെ ഈശ്വരനെ ഈ ജന്മം എന്നല്ല 7 ജന്മം വിളിച്ചിട്ട് കാര്യമില്ല, അവൻ്റെ ജീവിതം നശിച്ചു പോകുന്ന പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇഹത്തിലും പരത്തിലും ശ്രേയസിന് പറ്റിയ കാര്യമല്ല ഇത് എന്ന് പറയുന്നു. അതുകൊണ്ട് അത്തരം കർമ്മങ്ങൾ ഒഴിവാക്കണം. എന്താണ്? നമുക്ക് ആഗ്രഹങ്ങളുടെ ലോകത്തുള്ള നമ്മുടെ ജീവിതം നമ്മളൊന്ന് കുറയ്ക്കുക. പിന്നെയോ സജ്ജനങ്ങൾ ധർമ്മത്തെ മാത്രമേ ആശ്രയിക്കുകയുള്ളൂ. സജ്ജനങ്ങൾ ധർമ്മം മാത്രമാണ് ആശ്രയിക്കുന്നത്. എന്ത് സംഭവിച്ചാലും ധർമ്മത്തെ കൈവിടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ അത് വലിയ തെറ്റായിരിക്കാം, പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലെ ധർമ്മം നമുക്കറിയാം. ആ ധർമ്മത്തെ മാത്രമേ സജ്ജനങ്ങൾ ആശ്രയിക്കുകയുള്ളൂ. ധർമ്മമാണ് ശ്രേയസ്കരം, അല്ലേ? ഈ 3 ലോകവും നിലനിൽക്കുന്നത് ധർമ്മത്തിലാണ്. 3 ലോകവും നിലനിൽക്കുന്നത് ധർമ്മത്തിലാണ്. കാമങ്ങൾ സാധാരണ അധർമ്മത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. എന്തിനോടുള്ള അമിതമായ ആസക്തിയും നമ്മളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അധർമ്മത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് ഹരിഹരമണി അച്ഛ, ഞാനിവിടെ ചെന്നൈയിൽ വന്ന് വീടെടുത്ത് താമസിക്കുന്ന എന്തിനാണെന്നറിയോ? ഞാനൊരു ജോലി ചെയ്യാനാണ്. ഞാനിവിടെ ചാനലിൽ വർക്ക് ചെയ്യാണ്. ആ ജോലിക്കിടയിൽ എനിക്ക് എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ തന്നെ എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കണം. മനസ്സിലായോ? എനിക്കും സമയപരിമിതികളുണ്ട്, എനിക്കും കാര്യങ്ങളുണ്ട്. ഞാനിവിടെ 24 മണിക്കൂർ മഞ്ജരീസിൻ്റെ കോളും അറ്റൻഡ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിൽ അടുപ്പ് പുകയില്ല. ഈ വീടിന് മാസം 10-ാം തീയതി വാടകയ്ക്ക് ഒരാൾ വരും. അയാൾ വെറുതെ എന്നെ ഇവിടെ താമസിപ്പിച്ചല്ല, വാടക കൊടുക്കണം. മനസ്സിലായില്ലേ? വാടകയും കൊടുക്കണം, കറണ്ട് ബില്ലും അടയ്ക്കണം, വെള്ളത്തിൻ്റെ കാശും കൊടുക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്കും ഉണ്ട്. ലോണും കാര്യങ്ങളും, അച്ഛൻ്റെ ആരോഗ്യവും അമ്മയുടെ ആരോഗ്യവും കൊച്ചിൻ്റെ പഠിത്തവും, ഇതൊക്കെ എന്നെയും ബാധിക്കുന്നുണ്ട്. എനിക്കുണ്ട് ഈ പ്രശ്നങ്ങൾ. അതിനിടയിലാണ് ഞാൻ ഇതിനെല്ലാം സമയം കണ്ടെത്തുന്നത്. അപ്പം അതൊക്കെ മനസ്സിലാക്കൂ. ഒരു കോളല്ല മഞ്ജരീസിൽ വരുന്നത്, 1000 കോളുണ്ട്. 24 hours എനിക്കിത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? എനിക്ക് ഒരു കിലോ തക്കാളി വേണമെങ്കിൽ ഞാൻ തന്നെ പുറത്ത് നടന്നു പോയി തക്കാളി മേടിച്ചുകൊണ്ടൊക്കെ വരണം. ഇതൊക്കെ ഓരോ കാര്യങ്ങളാണ്. നമ്മൾ അങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കല്ലേ? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അതാ മെസ്സേജ് ഇട്ട് വെക്കാൻ പറയുന്നത്. ഇപ്പോഴാണെങ്കിൽ ഫിസ്റ്റുലയുടെ അസുഖവും ഈ കണ്ട 5-6 ഗുളികയും കഴിച്ചുകൊണ്ട് മണിക്കൂറുകളോളം ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ നാളെ ആ ആരോഗ്യം കേടായിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ക്ലാസ് കിട്ടൂല, എനിക്കും എൻ്റെ കാര്യം നടക്കൂല. മറ്റൊരാൾ ഇവിടെ കേരളത്തിൽ നിന്ന് വന്ന് എനിക്ക് ഒരു നേരത്തെ ചായയും കാപ്പിയും ഭക്ഷണം ഉണ്ടാക്കി തരാനൊന്നും ആരും ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ചിന്തിക്കുക. അവർക്കും നമ്മളെ പോലെ പ്രശ്നങ്ങളുണ്ട്. അവർ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു സ്വർഗ്ഗലോകത്ത് കസേരയിട്ടിരിക്കുന്ന ആൾക്കാരല്ല, കോടികൾ ബാങ്കിൽ വെച്ചിരിക്കുന്ന ആൾക്കാരല്ല. അവർക്കും ജീവിതമുണ്ട്, കുടുംബമുണ്ട്, അവർക്കും പ്രയാസങ്ങളുണ്ട്. അവരെയും നമ്മൾ മനസ്സിലാക്കണം. ഈ രാത്രി 9 മണിക്കും 10 മണിക്കും ഒക്കെ വിളിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ക്ലാസ്സും കഴിഞ്ഞ് 2.5 മണിക്കൂറുള്ള ക്ലാസ്സും കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ കയറി, ഡ്രസ്സ് മാറുന്നതിനേക്കാളും മുന്നേ അടുക്കളയിൽ കയറിയിട്ട് വേണ്ടേ ഭക്ഷണം ഉണ്ടാക്കാൻ. ഭക്ഷണവും കഴിഞ്ഞ് നമ്മൾ കിടക്കുമ്പോഴേക്കും സമയമായില്ലേ? 24 hours ഇപ്പം നമുക്ക് ഇതെന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? ഞാൻ ജോലിക്ക് പോയില്ലേ എന്ത് ചെയ്യും? ജോലി സ്ഥലത്ത് പോയിട്ട് ഈ ഫോൺ തന്നെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നാൽ അവിടെ ഉള്ളവരെണ്ണം എന്താ പറയുക, കുടുംബത്ത് പോയിരുന്നോളാൻ പറയും. പിന്നെ ഞാൻ ഈ കെട്ടും കെട്ടി ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ആവശ്യം എന്താ? അപ്പം കുറേയൊക്കെ ഒന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ, അത് തെറ്റാണ്. വല്ലാത്ത വിഷമം തോന്നും ഇങ്ങനെയുള്ള മെസ്സേജുകൾ കാണുമ്പോൾ. പിന്നെ അന്നദാനം ഉണ്ടോ എന്ന് അങ്ങ് ചോദിച്ചു. ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കല്ലേ, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള പേഴ്സണൽ മെസ്സേജുകൾ ഇടാതിരിക്കും. അന്നദാനം ഉണ്ടെങ്കിൽ ലൈവ് ഉണ്ടാവില്ലേ? നമുക്ക് ലൈവ് ഇടാതെ ഏത് അന്നദാനമാണ് മഞ്ജരീസിൽ പോയിട്ടുള്ളത്? അന്നദാനം എന്ന് പറയുമ്പോൾ ലൈവ് ഇടാതെ ഒരു അന്നദാനം പോയിട്ടില്ല മഞ്ജരീസിൽ. അപ്പോൾ അന്നദാനം ഉണ്ടെങ്കിൽ ലൈവ് ഉണ്ടാവും, അത് ചിന്തിക്കുക. എന്താണ് ഇങ്ങനെയൊക്കെ? കുറച്ചും കൂടെ നമ്മൾ ആലോചിക്കണ്ടേ? ക്ലാസ് എടുക്കുമ്പോൾ കഴിയുന്നതും പേഴ്സണൽ മെസ്സേജസ് അവോയ്ഡ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഞ്ജരീസിലിട്ട് വെക്കൂ. ഞാൻ സമയം പോലെ കുറച്ച് നോക്കുന്നില്ലേ?
ഞാനിട്ട മെസ്സേജ് കാണുന്നില്ല ഈ ഞാൻ എന്നുള്ള വ്യക്തി ആ സ്വഭാവം ഉപേക്ഷിക്കും. നമ്മളെ പോലെ കുറേ പേര് ഇട്ട് വെച്ചിട്ടുണ്ട്. 1, 2, 3 അല്ല. എനിക്ക് 1000, 2000 മെസ്സേജാണ് മഞ്ജരീസിൽ വരുന്നത്. ഇത് ഒറ്റ ഇരിപ്പിന് നോക്കി തീർക്കാൻ കഴിയില്ല. അത് ചിന്തിക്കൂ. അത് നോക്കി തീർത്ത് വരുമ്പോഴത്തേക്കിന് ഒരുപാട് ടൈം എടുക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ധൃതി പിടിക്കല്ലേ, ഒന്നിനും സമാധാനിക്കൂ. ഓരോന്നും ഞാൻ നോക്കാം, മനസ്സിലായോ? ഈ തുണി കഴുകലും, പാത്രം കഴുകലും, തറ തുടയ്ക്കലും, ടോയ്ലറ്റ് കഴുകലും ഒക്കെ എൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഫോൺ വരുമ്പോൾ വീണ്ടും എടുക്കാൻ ഓടണം, പിന്നെ അതും കൊണ്ട് പുറത്ത് പോകണം. എന്നാലും ഞാൻ ഹാപ്പിയാണ്. സേവനം ചെയ്യാൻ ഞാൻ വളരെ ഹാപ്പിയാണ്. പക്ഷെ കുറച്ചൊക്കെ എനിക്കും എൻ്റേതായ സമയം തരിക. എനിവേ പോട്ടെ, സാരില്ല. അച്ഛനും മോളും ആകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കശപീശൊക്കെ ഉണ്ടാകും. ഞാനും എൻ്റെ അച്ഛനോട് വഴക്കിടാറുണ്ട്. അതുപോലെ തന്നെ ഹരിഹരമണി അച്ഛനോടും വഴക്കിട്ട്. അദ്ദേഹത്തിൻ്റെ സ്നേഹം കൂടുതലാണ്. എൻ്റെ മെസ്സേജ് മാത്രം എന്താ മോള് നോക്കാത്തത് എന്നൊരു സ്നേഹം കൂടുതലാണ്. പക്ഷെ ഞാൻ എൻ്റെ അവസ്ഥയൊന്ന് അദ്ദേഹത്തോടുന്നല്ല എല്ലാവരോടുമായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഒരാളോടോ രണ്ടാളോടല്ല. ഇന്നിപ്പോൾ രാവിലെ ഒരു കോള് വന്നു. ഞാൻ അവരോട് പറഞ്ഞു, മാതാജി ഇന്നലെ അമാവാസിയായിരുന്നു, അപ്പം ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് ഒന്നിങ്ങനെ ആടി വന്ന് അടുക്കളയിൽ കയറി, ബിന്ദമ്മേ പച്ചക്കറി എന്താ ഇല്ലാത്തത്? അമ്പിളിക്കുട്ട തക്കാളി മാത്രമില്ല, ബാക്കിയെല്ലാം ഉണ്ട്. അടുക്കളയിൽ കയറി നോക്കിയപ്പം പച്ചമുളകില്ല, ഇഞ്ചിയില്ല, തൈരില്ല, പരിപ്പില്ല. ഞാൻ തക്കാളി വാങ്ങിച്ചു വന്നു ഈ ചെന്നൈയിലെ വെയിലത്ത് പോയിട്ട്. തിരിച്ച് വീണ്ടും കടയിൽ പോയി. അയ്യോ ക്ഷമയൊന്നും ചോദിക്കണ്ട, ഞാൻ പറഞ്ഞത്. വീണ്ടും നടന്ന് കടയിൽ പോയി എല്ലാം വാങ്ങിച്ചു വന്നു. ചീര ഉപ്പേരി ഉണ്ടാക്കി, പരിപ്പ് കറി വെച്ചു, ചമ്മന്തി അരച്ചു. അപ്പം എൻ്റെ ചമ്മന്തി ഇവിടെ അടുത്തുള്ളവർക്ക് ഇഷ്ടം. അപ്പോൾ അവർ വരുമ്പോൾ നമ്മൾ അവർക്കും സമയം കൊടുക്കണം ഇല്ലേ? വീട്ടിൻ്റെ അടുത്ത് വളരെ അറിയാലോ, വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ചേച്ചിമാരുണ്ട്. അമ്മു എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഓടി വരും. കാരണം വയ്യാതെ കിടന്നപ്പോഴൊക്കെ അവരെനിക്ക് വലിയ സഹായവും ആശ്വാസമായിരുന്നു. എന്തിനു പറയണം, ഫിസ്റ്റുല വരേക്കും അവർ കഴുകി തുടച്ച് വൃത്തിയാക്കി മരുന്ന് വെച്ച് തന്ന ആൾക്കാരാണ്. അപ്പം അവർക്ക് നമ്മുടെ മഞ്ജരീസിൻ്റെ ക്ലാസ്സും ടൈമിങ്ങും ഒന്നും അവർക്ക് അത്ര ഡീപ്പായിട്ട് അറിയുന്നില്ലല്ലോ. അപ്പം അവർ വരുമ്പം അവർക്കും ഞാൻ സമയം കൊടുക്കണം. ജീവിതത്തിൽ എല്ലാവരെയും പരിഗണിക്കണ്ടേ. അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്ന് കുറച്ച് ആ ടാബ്ലറ്റ്സ് കഴിച്ചപ്പോൾ നല്ല ഉറക്കം. അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇവരെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മാതാജി ഞാനൊരു 4-5 മണി വരെ ഒന്ന് കുറച്ച് നേരം കിടന്നിട്ട് ഞാൻ മാതാജിയെ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. കണ്ണ് തുറന്ന് തലേണയ്ക്കടിയിൽ നിന്ന് മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ 12 മിസ്ഡ് കോൾ അവരുടേത്. ഒന്ന് ആലോചിച്ചു, 12 മിസ്ഡ് കോൾ. നല്ല നേരത്തിന് ഞാൻ സൈലൻറ്റിലിട്ട് കിടന്നു. ഇല്ലെങ്കിൽ നല്ല ഡീപ്പ് സ്ലീപ്പിൽ ഫോൺ അടിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും നമുക്ക്? ഞാൻ തിരിച്ച് വിളിച്ചു. എന്താ മാതാജി, ഞാൻ പറഞ്ഞില്ലേ എഴുന്നേറ്റാ വിളിക്കാമെന്ന്. ഒരു 5 മണിക്ക് എഴുന്നേറ്റ്. അപ്പോൾ വീണ്ടും തൊട്ടപ്പുറത്തുള്ളവരൊക്കെ വന്ന് അവർ കുറച്ച് പരിപ്പോടെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് വൈകുന്നേരത്തെ കാപ്പിയൊക്കെ കഴിച്ച് ഇരുന്ന് അപ്പോഴേക്കും സമയം 5:45. വേഗം ചെന്ന് കുളിച്ച്, അപ്പോഴും മഞ്ജരീസിൻ്റെ കോൾസ് വന്നുകൊണ്ടിരിക്കുക. കുളിച്ച് ഇവിടെ പൂജ കഴിഞ്ഞ് വീണ്ടും വന്ന് ഡ്രസ്സൊക്കെ മാറി ക്ലാസ് എടുക്കാനിരുന്നു. ഇനി പോയി ഡിന്നർ ഉണ്ടാക്കി എല്ലാ പണിയും കഴിഞ്ഞ് ഇതൊക്കെ എടുത്ത് വെച്ച് പാത്രമൊക്കെ കഴുകി എല്ലാം കഴിയുമ്പോഴത്തേക്ക് 11:30 അപ്പോൾ ഒരു ദിവസം കടന്നു പോകാൻ എളുപ്പമാണ്. കുറച്ചൊക്കെ ഒന്ന് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്താൽ എനിക്കും സമയം ലാഭിക്കാം, നിങ്ങൾക്കും സമയം ലാഭിക്കാം. ഓക്കെ, മെസ്സേജുകളൊക്കെ ഞാൻ കുറച്ചായിട്ട് നോക്കുന്നുണ്ട്. വിഷമിക്കേണ്ട, ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ പോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, മഹർഷിയുടെ കഥയിലോട്ട് പോവാം. ഇനി അച്ഛൻ എന്നെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ കൊല്ലത്തോട്ട് വരും, ഉറപ്പാണ്. അവിടെ വന്ന് ഞാൻ ഇരുന്നിട്ട് പറയും, അച്ഛാ ഞാനിവിടെ ഇരിക്കാം, നമുക്ക് അന്നദാനം കൊടുക്കാം, ക്ലാസ് എടുക്കാം, അച്ഛൻ ബാക്കി എല്ലാ കാര്യവും ചെയ്യുമെന്ന് പറയും. മെസ്സേജ് നോക്കുന്നതെല്ലാം കൂടെ അച്ഛൻ്റെ കയ്യിലോട്ട് അങ്ങോട്ട് തരും. പണിഷ്മെൻറ്റ്. മെസ്സേജൊക്കെ നോക്കൂ, കോൾസ് എല്ലാം എടുക്കും. അച്ഛൻ വെറുത്തു പോകും. എൻ്റെ പൊന്നും മാതാജി എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയും. അത്രയും കോൾസാണ് മഞ്ജരീസിൽ വരിക, ചറ പറ കോൾസ്. ഒന്നിങ്ങോട്ട് വെക്കുമ്പോഴേക്കും അടുത്ത കോളായി, വീണ്ടും വെക്കുമ്പോഴേക്കും അടുത്ത കോളായി. അപ്പം പണി കിട്ടുമ്പോൾ പഠിക്കും. അപ്പം എന്ത് ചെയ്യുക, വേണ്ട മക്കൾ വേഗം ചെന്നൈക്ക് പൊക്കോളൂ, മക്കൾക്ക് പറ്റിയ പണിയായി ഇതെന്ന് പറയും. ഓക്കെ, അപ്പോൾ വേണ്ട, ഞാൻ അങ്ങോട്ട് വരും. അങ്ങനെ മഹർഷി പറയാണ്, അല്ലയോ രാജാവേ, കാമിയായ ഒരാള് എപ്പോഴും ശ്രേയസിന് വിരുദ്ധമായിരിക്കുന്ന കർമ്മങ്ങളാണ് ഇച്ഛിക്കുന്നത്, അല്ലെ? ശ്രേയസിന് വിരുദ്ധമായ കർമ്മങ്ങൾ. കാമിയായ ഒരു വ്യക്തി, അത് ഇഹത്തിലും പരത്തിലും ശ്രേയസിന് ചേർന്ന കാര്യമേ അല്ല. അതുകൊണ്ട് അത്തരം കർമ്മങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സജ്ജനങ്ങൾ ധർമ്മത്തെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ. ധർമ്മമാണ് ശ്രേയസ്കരം. ഈ 3 ലോകവും നിലനിൽക്കുന്നത് എന്തിലാണ്? ധർമ്മത്തിലാണ്. കാമങ്ങൾ സാധാരണ അധർമ്മത്തിലേക്ക് പോകുന്നു.
അതുകൊണ്ട് അവയെ നിയന്ത്രിക്കണം. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ദേഹം കൊണ്ടും ചെയ്യുന്ന കർമ്മങ്ങളിൽ ഒരുവൻ എപ്പോഴും ജാഗ്രതയായിരിക്കണം. മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, ദേഹം കൊണ്ട്, ഈ 3 കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിലും നമ്മൾ എന്തായിരിക്കണം? ഒരു ശ്രദ്ധാലുവായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നന്മ സംഭവിക്കൂ. ഇല്ലെങ്കിൽ അധർമ്മം സംഭവിക്കും. അധർമ്മം സംഭവിച്ചാൽ നമ്മുടെ ഐശ്വര്യത്തിന് ക്ഷയം വരും. ഐശ്വര്യമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഐശ്വര്യം ഇല്ലെങ്കിൽ ഒന്നുമില്ല ജീവിതത്തിൽ, എല്ലാം പോയി കിട്ടും. ഐശ്വര്യമാണ് നമുക്ക് വേണ്ടത്. അത് നിലനിർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നിത്യവും സാധുക്കൾക്ക് ദാനം ചെയ്യണം. ഡെയിലി നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ എൻ്റെ ആരോഗ്യസ്ഥിതി കൊണ്ടാണ് ഞാൻ ഒന്നിങ്ങനെ ചവിട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്ന അന്നദാനം. ഒന്നും കൂടെ ശരിയായാൽ നമുക്ക് ഉള്ള സമയങ്ങളിലെല്ലാം അന്നദാനം ചെയ്യാം. അവരിൽ അസൂയയോ വിദ്വേഷമോ തോന്നരുത്. അന്നദാനം കൊടുക്കുമ്പം അയാൾക്ക് എന്ത് സുഖം, വെറുതെ ഇരുന്ന് തിന്നാൽ മതി എന്നൊന്നും പറയാൻ പാടില്ല. അന്നദാനം കൊടുക്കുമ്പം സ്നേഹത്തോടെ കൊടുക്കുക, സന്തോഷത്തോടെ കൊടുക്കുക. അവർ കഴിക്കട്ടെ, അവർ സമാധാനമായി ഇരിക്കട്ടെ എന്ന മനസ്സോടുകൂടി നമ്മൾ അന്നദാനം കൊടുക്കുക. വിധിപ്രകാരം സത്പാത്രങ്ങളെ അറിഞ്ഞ് അവർക്ക് അന്നദാനം ചെയ്യണം. ഇതാണ് കാര്യം. നമ്മൾ എന്താ പറയാ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കെല്ലാവർക്കും പറ്റുന്നൊരു തെറ്റുണ്ട്. അർഹതയില്ലാത്തവരെ കയറി സഹായിക്കും. എനിക്ക് പ്രധാനമായിട്ടും പറ്റുന്നത് അർഹതയില്ലാത്ത കുറേ ആൾക്കാരെ അങ്ങ് സ്നേഹിക്കും. എന്നിട്ട് അവരിൽ നിന്ന് കണക്കിനെ വാങ്ങി അങ്ങോട്ട് അക്ഷയപാത്രം പോലെ നിറച്ചു വെക്കും ഞാൻ. ഇതാണ് നമുക്കെല്ലാവർക്കും. നമ്മൾ പലരും എന്നോട് പറഞ്ഞു, മാതാജി ഞാൻ ഒരുപാട് സ്നേഹിച്ചു അവരെ, ഞാൻ ഒരുപാട് സഹായിച്ചു, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി കുറേ ജീവിച്ചു, എൻ്റെ സഹോദരങ്ങളെ ഞാൻ ഇത്ര സഹായിച്ചു, അത്ര സഹായിച്ചു, എന്നിട്ട് എനിക്ക് ഇങ്ങനെ കിട്ടി അങ്ങനെ കിട്ടി. കുറേ പേര് പറയാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. ചിലർ മക്കളെ അങ്ങ് ഒരുപാട് സ്നേഹിക്കും. മക്കൾക്ക് വേണ്ടിയിട്ട് സർവ്വതും കൊടുക്കും, ഇല്ലേ? സർവ്വതും കൊടുക്കും. ഒരമ്മയുണ്ട്, ആ അമ്മ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് സ്ഥലം കുറേ വിറ്റു, ഒരു ജീവിതം മുഴുവൻ അവർക്ക് വേണ്ടി സമർപ്പിച്ചു. അവസാനം എന്താ കിട്ടുന്നത്? അവർക്ക് മക്കളായപ്പം അവർ ഭയങ്കര സ്വാർത്ഥ മനോഭാവമുള്ളവരായി. ആ അമ്മയുടെ ഒരു കാര്യവും നോക്കാതെ അമ്മ എന്ത് ചോദിച്ചാലും ഇല്ല 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 ഇതായി. വാർദ്ധക്യത്തിൽ ഈ മക്കൾ നമ്മളെ നോക്കുന്ന ഒരു ഉറപ്പും പറയാൻ പറ്റൂല, ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. ആ അമ്മയെക്കുറിച്ച് പോലും മോശമായി സംസാരിച്ചു. അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ അവസ്ഥയൊക്കെ മറികടന്നിട്ട് നമ്മൾ ഇനിയെങ്കിലും ആലോചിക്കണം. യോഗ്യരായിരിക്കുന്ന അർഹതയുള്ളവരെ മാത്രം നമ്മൾ സ്നേഹിക്കുക, അർഹതയുള്ളവരെ മാത്രം സഹായിക്കുക. നമ്മുടെ മുമ്പിൽ പലതരത്തിലും പല രീതിയിലും പലരും വരും. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠമാണത്. അത് നിങ്ങളും പഠിക്കണം. നമ്മളെ മുമ്പിൽ ചിരിച്ചു കാണിക്കുന്ന എല്ലാവരും സത്യസന്ധമായ ആൾക്കാരല്ല, ഒരിക്കലും സത്യസന്ധരായ ആൾക്കാരല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സഹോദരങ്ങൾ പോലും ചിലപ്പോൾ അവരുടെ കാര്യം നടക്കാൻ നമ്മളെ അത്രയും സ്നേഹിക്കും. പലതവണ വീട്ടിൽ വരുമ്പോൾ ഭക്ഷണം തരും, നിന്നിട്ട് പോവാം, ഇരുന്നിട്ട് പോവാന്ന് പറയും. അവരെ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വീട്ടിൻ്റെ പടി കടന്ന് ചെല്ലുന്നത് പോലും അവർക്ക് ദേഷ്യമായി മാറും. അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് അർഹതപ്പെട്ടവരെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? സഹായിക്കുക, അവർക്ക് ദാനം ചെയ്യുക. ദാനം കൊടുത്തതിന് ശേഷം അതിനെപ്പറ്റി വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്തില്ലേ, ഇത്രയൊക്കെ കൊടുത്തില്ലേ എന്ന് നമ്മൾ ചിന്തിക്കാനും പാടില്ല. അത് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്നും പറഞ്ഞ് പാട്ടും പാടി നടക്കാനും പാടില്ല. ദാനം കൊടുത്തോ, കഴിഞ്ഞു, അവിടെ വിട്ടേക്കണം. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഇഹത്തിലും പരത്തിലും സുഖം ലഭിക്കുന്നതാണ്. അതാണ് ഞാൻ അന്നദാനം ചെയ്യാൻ പറയുന്നത്. എത്ര വലിയ കൊടിയ പാപങ്ങളുണ്ടെങ്കിലും വേദനകളുണ്ടെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിലും ദാനധർമാദികൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇഹത്തിലും പരത്തിലും നമുക്ക് ശ്രേഷ്ഠത ലഭിക്കും. ആരെയും വിശ്വസിക്കേണ്ട മാതാജി, അത്രയേ ഉള്ളൂ. അതെങ്ങനെ അറിയാൻ പറ്റുന്നത്? ഈശ്വര ജപം കൊണ്ട് അറിയാൻ പറ്റും. ഈശ്വരൻ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ ആരാണെന്നുള്ളത്. അതെങ്ങനെങ്കിലും വെളിപ്പെടുത്തി തരും. അവരുടെ യഥാർത്ഥ മുഖം നമുക്ക് കാണിച്ചു തരും, പെട്ടെന്ന് കാണിച്ചു തരും ഈശ്വരൻ. അപ്പം നമ്മളിൽ നിന്ന് 10 അടി മാറ്റി നിർത്തും. കൂടുതലൊന്നും പറയാനും ചോദിക്കാനും പോകരുത്. 10 അടി അങ്ങോട്ട് മാറ്റി നിർത്തുക, അത്രയും മതി. ഈശ്വരൻ കാണിച്ചു തരും പതുങ്ങിയിരുന്ന് കൊത്തുന്ന പാമ്പ് ഏതാണെന്നുള്ളത്. നല്ല വിഷമുള്ള പാമ്പാണെന്ന് കാണിച്ചു തരും. അപ്പം അവരെ നമ്മൾ അങ്ങോട്ട് 10 അടി മാറ്റി നിർത്തുക, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതിനാണ് ഈശ്വര ജപം നമ്മൾ മുറുകെ പിടിക്കാൻ പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നിട്ടായിരിക്കും അത് നമുക്ക് മനസ്സിലാക്കുക. അത് ഈശ്വരൻ മനസ്സിലാക്കി തരുന്നതാണ് നമുക്ക്.
ഇങ്ങനെയാണ് ഇവർ എന്നുള്ളത്. മനസ്സിലായില്ലേ? അതെ, നമ്മളിൽ നിന്നെല്ലാം കൊടുത്തു കഴിഞ്ഞാലായിരിക്കും അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത്. ചിലപ്പം നമ്മൾ പറയാറില്ലേ, ഒരു കുന്നിക്കുരു കൊടുത്തു, ഒരു തിളങ്ങുന്ന കുന്നിക്കുരു ആയിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ അവർ കണ്ടിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഏറ്റവും മനോഹരമായിരിക്കുന്നത് അതായിരിക്കാം. അത് നേടിക്കഴിഞ്ഞ് അവരവരെ സ്വഭാവം കാണിക്കുമ്പോഴായിരിക്കും അവരറിയുന്നത് കുന്നിക്കുരു അല്ല, വലിയ കുരു തന്നെ, വലിയ വർണ്ണ നിറമുള്ള മത്തങ്ങ തന്നെ ഇവരെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ ഇതിലായിപ്പോയല്ലോ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്ന്. അറ്റ് ദ ടൈം നമുക്ക് സങ്കടം ഉണ്ടാവും. പക്ഷേ അത് യഥാസമയത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദുഃഖിക്കേണ്ടി വരില്ല. പിന്നെ ഒരിക്കൽ ഇറങ്ങിയ പടി തിരിച്ചു കയറരുത്, ഒരിക്കലും ജീവിതത്തിൽ ചെയ്യരുത്. ഒരിക്കൽ വിശ്വാസവഞ്ചന ചെയ്താൽ, ഒരാൾ കാരണം നമ്മുടെ കണ്ണിൽ നിന്ന് ഒരിക്കൽ കണ്ണുനീര് വന്നാൽ ജീവിതത്തിൽ പിന്നെ അവരെ നമ്മൾ വിശ്വസിക്കരുത്. അത് ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നതാണ്. ഇന്ന സാഹചര്യങ്ങൾ, ഇന്ന വ്യക്തികൾ, അതാരായാലും ശരിയല്ല എന്ന്. അത് നമ്മൾ ആ മനസ്ഥിതിയോടുകൂടി എടുക്കുക. പിന്നെ നമ്മൾ നമ്മുടെ വഴി നോക്കി പോവുക. അവർ വീണ്ടും നമ്മളെ ദ്രോഹിക്കാൻ പല വഴികൾ നോക്കിക്കൊണ്ടേയിരിക്കും. അതിലൊന്നും നമ്മൾ മിണ്ടാതിരിക്കുക. അതെ, കൂട്ടുകുടുംബമൊക്കെ പോയപ്പോൾ ഈ തലമുറയും മാറി, ഈ ജീവിത രീതിയും മാറി. അത് സത്യമാണ്. പണ്ടൊക്കെ നമുക്ക് അച്ഛനെ പേടിക്കണം, അമ്മയെ പേടിക്കണം, വല്യച്ഛനെ പേടിക്കണം, പാപ്പനെ പേടിക്കണം, സഹോദരങ്ങളെ പേടിക്കണം, വല്യച്ഛൻ്റെ മകനെ പേടിക്കണം. ഇന്ന് ആരെയും പേടിക്കണ്ട. ഇന്ന് ഞാനാരോ നീ ആരോ, സ്വന്തം അച്ഛൻ്റെ നേരെ പോലും കൈ ചൂണ്ടുന്ന സ്വഭാവത്തിലേക്ക് മാറി. അപ്പോൾ അതിൽ നിന്നൊക്കെ പുറത്ത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഈശ്വരാരാധനയോടുകൂടി നമ്മൾ മുന്നോട്ട് ജീവിക്കുക. ഈശ്വരൻ തുണയായിരിക്കും. അല്ലയോ രാജകുമാരാ, അശാന്തനായിരിക്കുന്ന ഭവാൻ, എന്താ പറയുക, അതെ, വടി കൊടുത്തടി വാങ്ങുക, സത്യമാണത്. അശാന്തനായിരിക്കുന്ന ഭവാൻ നല്ലവണ്ണം ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഇത് മഹാഭാരതം നമ്മളോടും കൂടി പറയുന്നതാണ് കേട്ടോ. നമ്മളെ മനസ്സെല്ലാം അശാന്തമാണ്, ശാന്തിയില്ല. ശാന്തിയില്ലാത്ത മനസ്സുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? തീരുമാനങ്ങൾ എടുക്കരുത്. ശാന്തിയോടുകൂടി ഇരുന്ന് ആലോചിക്കുക. എനിക്കെവിടെ തെറ്റുപറ്റി, ഞാൻ എവിടെയാണ് തെറ്റ് ചെയ്തു പോയത്, എങ്ങനെ ഇത് തിരുത്താം എന്ന് ആലോചിച്ചുകൊണ്ട് ശാന്തതയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവാം. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഈശ്വരാനുഗ്രഹം എന്തായിരിക്കും? ആർക്കൊക്കെ പറയാൻ പറ്റും? ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്തായിരിക്കും? സിന്ധുമാത ചെറിയ എനിക്ക് കുറെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. കൊട്ടക്കണക്കിന് വാങ്ങി വെച്ച ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഏറ്റവും വലിയ ഈശ്വരന്റെ അനുഗ്രഹം എന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റും? നമ്മൾ അത്ര നാളും ജപിച്ചതിന്, വായിച്ചതിന്, സത്സംഗം കേട്ടതിന് ഈശ്വരൻ നമുക്കൊരു അനുഗ്രഹം തരും, കൃഷ്ണാനുഭവം തരും. എന്തായിരിക്കും അത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തായിരിക്കും ആ കൃഷ്ണാനുഭവം? വേഗം പറയൂ. രാജേശ്വരി മാതാജി, അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിച്ചു തീർക്കാനുള്ളതാണ്. അതൊക്കെ. എന്തായിരിക്കും ഈശ്വരന്റെ അനുഗ്രഹം? ഏറ്റവും വലിയ ഈശ്വരന്റെ അനുഗ്രഹം എന്തായിരിക്കും നമുക്ക്? മനസമാധാനം, സ്നേഹം, സമാധാനം ജ്യോതി മാതാജി, സമാധാനം പുഷ്പ മാതാജി, മറക്കുക ക്ഷമിക്കുക ആണോ അഞ്ചു മാതാജി, രമണൻ പ്രഭു സമാധാനം, സിന്ധു മാതാജി സ്നേഹം. ഇനി 77 പേരും ടൈപ്പ് ചെയ്തിടൂ, ലൈവ് കാണുന്ന എല്ലാവരും. സജിത് ശാന്തി, പ്രീത നെൽസൺ ക്ഷമ എനിക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് അശ്വിനി അനിൽകുമാർ സമാധാനം, ലേഖാശ്രീ ഭഗവാനെ വിളിക്കാൻ പറ്റുന്നത്, ഐശ്വര്യ വിജീഷ് സ്നേഹം, സുശീൽ PR രാഘവൻ ശാന്തി, അശ്വിനി അനിൽകുമാർ സന്തോഷം. ഇനി ഏറ്റവും വലിയ കൃഷ്ണാനുഭവം എന്താണ്? ഇനി ആർക്കെങ്കിലും കമൻസ് ഉണ്ടോ? വേഗം പറയൂട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടു കൂട്ടർക്കും പോണ്ടേ. എനിക്ക് ഡിന്നർ കഴിച്ചിട്ട് വേണം കുറേ മെസ്സേജ് നോക്കാൻ. രാജേശ്വരി മാതാജി ആരോഗ്യം, രമാദേവി സമാധാനം, ശ്രീജ ജയപ്രകാശ് ഭഗവാന്റെ സ്നേഹം. ഇനി അഞ്ജു വിനോദ് ഭഗവാൻ കൂടെയുള്ളത് തന്നെ. സിന്ധു TM ക്ഷമ. അനിതാദാസൻ സ്നേഹം.
ജയകൃഷ്ണൻ CJ, ഗ്രീഷ്മ മോഡൽ അഭിനയം. ഭക്തി ആരാണ്? വിമല. രതീഷ്, നന്മ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം. ഷാജി, ഭഗവാനെ അറിയുന്നത്. മോട്ടി ബിജു, മോക്ഷം. രാജലക്ഷ്മി, ഭഗവാന്റെ അനുഗ്രഹം തന്നെ മോളെ. സുമംഗല, ഭക്തി. പ്രീത നെൽസൺ, കണ്ണനെ കൂടുതൽ അടുത്ത് കിട്ടിയ പോലെ കണ്ണൻ കൂടെയുണ്ട് മാതാജി. ശങ്കർ നാരായണൻ, പരസ്പര വിശ്വാസം. വസ്ന ജയറാം, മനസ്സമാധാനം. പ്രേമ രാമചന്ദ്രൻ, ശാന്തി. ഓക്കെ, എല്ലാം പരസ്പര പൂരകങ്ങളായ വാക്കുകളാണ്. പക്ഷേ ഏറ്റവും വലിയ കൃഷ്ണന്റെ അനുഭവം എന്ന്, അല്ലെങ്കിൽ കൃഷ്ണാനുഭവം എന്ന് പറയുന്നത് എന്താണെന്നറിയും? ഒരു മനുഷ്യൻ ജീവിതത്തിൽ ദുഃഖിക്കുമ്പോൾ, ഒറ്റയ്ക്കാവുമ്പോൾ കൂടെ ആ ദുഃഖത്തിൽ പങ്കുചേരാൻ ഒരാളെങ്കിലും മിനിമം ഉണ്ടാവുക എന്നുള്ളതാണ്. മനസ്സിലായി? ഒരാളെങ്കിലും കൂടെ ഉണ്ടാവുക, നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവുക, നമുക്ക് മനസ്സ് തുറന്ന് പറയാൻ ഒരാളുണ്ടാവുക, അവരത് കേൾക്കുക. ഇതാണ് ഏറ്റവും വലിയ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയോട് ആരെങ്കിലും ചോദിക്കുകയാണ് സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, പേരും പ്രശസ്തിയും ധനവും ആരോഗ്യവും ഉണ്ടാവുമ്പം സുഖമായിരിക്കുന്നു, കൂട്ടത്തിൽ എല്ലാവരും ഉണ്ട്. ഇതെല്ലാം നഷ്ടപ്പെട്ടാൽ അസുഖമാണ്. കാരണം എന്താ? ആരുമില്ല. പേരുമില്ല, പ്രശസ്തിയില്ല, ധനവും ഇല്ലെങ്കിൽ എന്താണ്? അവൻ്റെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല, ആ വ്യക്തിയെ കേൾക്കാൻ ആരും ഉണ്ടാവില്ല. എന്നാൽ നമുക്ക് ഇതൊന്നുമില്ലാത്ത അവസ്ഥയിലും നമ്മളോടുകൂടി ചേർന്ന് നിൽക്കാൻ ഏറ്റവും കുറഞ്ഞത് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും സമാധാനം എന്ന് പറയുന്നത്. മനസ്സിലായി? അതാണ് ഈശ്വരൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അതായത് ഒറ്റപ്പെടലില്ലാതെ ജീവിക്കാം. ഒറ്റപ്പെടലിനേക്കാൾ വലിയൊരു അവസ്ഥയുണ്ടോ? വലിയൊരു അവസ്ഥയില്ല. അതാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. അങ്ങനെ ഒരു അവസ്ഥ, നമുക്കൊരു ഭയങ്കര സങ്കടം വന്നു, സഹിക്കാൻ പറ്റാത്തൊരു വിഷമം വന്നാൽ ഒരാൾ പറയാണ്, നീ വിഷമിക്കേണ്ടടാ, ഞാൻ വരാം, കുറച്ച് ദിവസം നിന്റെ കൂടെ നിൽക്കാം, അല്ലെ നീ ഇങ്ങോട്ട് വാ, എൻ്റെ കൂടെ നിൽക്കുക, കുറച്ച് സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ ഒന്ന് വിളിച്ച് ധൈര്യമായിട്ടിരിക്കുക, എന്ത് വന്നാലും നമുക്ക് നോക്കാം, കൂടെയുണ്ട്, അത് ഏത് ലെവലിൽ പോയാലും കൂടെയുണ്ട്, ഒറ്റപ്പെടുത്തില്ല എന്ന് കിട്ടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആശ്വാസമുണ്ട്, ഒരു വലിയ ആനന്ദമുണ്ട്. അതിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല, ഒന്നുമില്ല. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഭഗവാൻ ആ വ്യക്തിയുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരൊറ്റ അനുഭവം, അതാണ്. മറ്റൊന്നും നോക്കണ്ട. ഒറ്റപ്പെടാതിരിക്കുക. ചിലപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ടാവാം, ചിലപ്പം തെറ്റ് ചെയ്യാണ്ടാവാം. സാഹചര്യമാണ് ഓരോ വ്യക്തികളെയും തെറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ തെറ്റ് മാത്രമേ ചെയ്യൂ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഒരുത്തരം ഇറങ്ങിത്തിരിക്കുന്നില്ല, ഇല്ലേ? സാഹചര്യമാണ്. എല്ലാവരും, ലാലി മാതാജി എല്ലാവരും പറഞ്ഞ കറക്റ്റാണ്. സ്നേഹത്തിന്റെ രൂപത്തിൽ, പരസ്പര വിശ്വാസത്തിന്റെ രൂപത്തിൽ, പരസ്പര ധാരണയുടെ രൂപത്തിൽ, ഗീതയുടെ രൂപത്തിൽ, എന്താ പറയുക, കരുണയുടെ രൂപത്തിൽ, ചേർത്ത് പിടിക്കലിന്റെ രൂപത്തിൽ, എല്ലാം ഈശ്വരൻ നമ്മളിലേക്ക് നമ്മൾ ഒറ്റപ്പെട്ട സമയത്തിലെത്തിയാൽ ഇതിനേക്കാൾ വലിയൊരു സമാധാനം നമുക്കില്ല, ഒന്നുമില്ല. ഇതാണ് ഭഗവാൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. നമസ്തേ മാതാജി. അപ്പോൾ ഇവിടെ പറയുന്നു, രാജകുമാര, അശാന്തമായിരിക്കുന്ന ഭവാന്റെ മനസ്സ് നല്ലവണ്ണം ആലോചിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാതെ അശാന്തിയായിരിക്കുന്ന വല്ലാത്തൊരവസ്ഥയിലൂടെ മനസ്സ് കടന്നു പോകുമ്പോൾ വെറുതെ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചൊരു കാര്യത്തിലും തീരുമാനം എടുക്കല്ലേ. സമാധാനത്തോടെ തീരുമാനം എടുക്കുക. മനസ്സിന്റെ അശാന്തി, വീർപ്പുമുട്ടൽ, ആ ഒരു നെഞ്ചിടിപ്പ് അത് കളയും. നാളെ ഇത് ചെയ്യണം, അത് ചെയ്യണം, അയ്യോ ഉണ്ടാവും. അതിന് നമ്മളിങ്ങനെ കിടന്ന് ടെൻഷൻ അടിച്ച് നെഞ്ചിങ്ങനെ എന്താ പറയുക, പൊട്ടിച്ച് കിടന്നുറങ്ങിയാൽ നമുക്കൊന്നും കിട്ടില്ല. പ്രശ്നങ്ങൾ വരും, അത് നമുക്ക് സോൾവ് ചെയ്യാൻ ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരുമെന്ന് നമ്മൾ ഉറപ്പായിട്ടും വിശ്വസിക്കുക. ഈശ്വരന്റെ പാദങ്ങൾ പിടിച്ചോ, അദ്ദേഹം നമ്മുടെ ദുഃഖങ്ങൾക്കൊരു വഴി കാണിച്ചു തരും. ഉറപ്പായിട്ടും കാണിച്ചു തരും. ബുദ്ധിപൂർവം ചെയ്യൂ, കർമ്മങ്ങളെ ശ്രേയസ്സിലേക്ക് നയിക്കൂ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ നമ്മൾ ശ്രേയസ്സിലേക്ക് കൊണ്ടുപോകും, ബുദ്ധിയോടുകൂടി ശ്രേയസ്സിലേക്ക് കൊണ്ടുപോകും. വിവേകം കൈവിടരുത്. എന്നോട് നീ ഇങ്ങനെ ചെയ്തില്ലേ, 4 നിനക്കിട്ട് ഞാൻ ചെയ്തുതരാം എന്ന ഭാവത്തിൽ ജീവിക്കരുത്. നീ എന്നോട് ചെയ്തില്ലേ, എൻ്റെ കൂടെ ഭക്ഷണം കഴിച്ച്, എൻ്റെ കൂടെ കിടന്നുറങ്ങി, എൻ്റെ കൂടെ ജോലി ചെയ്ത്, ഒരുമിച്ച് യാത്ര ചെയ്ത്, ഇത്ര 10-40 വർഷം കൂടെ ജീവിച്ച്, എന്നിട്ടിങ്ങനെ ചെയ്തില്ലേ, ഇനി നിനക്കിട്ട് ഞാൻ തരാം എന്നൊരിക്കലും ചിന്തിക്കരുത്. ഇത്രയും കാലങ്ങൾ കൊണ്ട് ഞാൻ നിന്നിൽ അർപ്പിച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ആ വിശ്വാസത്തെയാണ് നീ തകർത്തെറിഞ്ഞത്.
ഇനി അങ്ങനെ ഒരു വിശ്വാസം നിന്നിൽ ഞാൻ വെക്കില്ല എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞങ്ങ് നടന്നേക്കണം നമ്മൾ നമ്മുടേതായ ഒരു ജീവിതത്തിലേക്ക്. ഇത്രയും മതി. മറ്റൊരു പ്രതികാരത്തിനും നമ്മൾ പോണ്ട, അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ ഇത്രയും കുറ്റങ്ങളുള്ള ആൾക്കാരല്ലേ, ഇനി എന്തിനാ നമ്മളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങളായി നിങ്ങളുടെ പാടായി, നിങ്ങൾ നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോണം. ഒട്ടുമിക്ക അച്ഛനമ്മമാരും ഇന്ന് ലോകത്ത് ചെയ്യുന്നത് അതാണ്. വളർത്തി വലുതാക്കി വലിയ നിലയിലെത്തിച്ച് എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ട് മക്കളെ ഒന്ന് ഗുളിക വാങ്ങിക്കാൻ പോയിട്ട് വരും. അയ്യോ എനിക്ക് സമയമില്ല, എനിക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യയെ പിക്ക് ചെയ്യണം, എൻ്റെ മക്കളുടെ സന്തോഷം. ഇങ്ങനെ പറയുമ്പോൾ ശരി മോനെ എന്നാൽ അങ്ങനെ ആവട്ടെ, പ്രശ്നമില്ല, അച്ഛൻ നോക്കിക്കോളാം, അല്ലെ അമ്മ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു പോകുന്ന നിരവധി അച്ഛനമ്മമാരുണ്ട്. അല്ലാതെ നിന്നെ ഞാൻ അങ്ങനെ ആക്കില്ലടാ ഇങ്ങനെ ആക്കില്ല തിരിച്ചു ചോദിക്കണം, അവിടെ വഴക്കേ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ലോകത്തിരിക്കുക, നിർബന്ധിക്കാൻ പോണ്ട. ആരോടും നമ്മൾ എന്ത് ചെയ്യുക? യാചിക്കാൻ നിൽക്കണ്ട. രമണൻ പ്രഭു, അങ്ങക്ക് ഭഗവാൻ തുണയുണ്ട്, അന്നും ഇന്നും. അങ്ങയുടെ കാര്യം എപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്, എൻ്റെ ശ്രദ്ധയിലുണ്ട്. നമ്മൾ സംസാരിച്ച എല്ലാ കാര്യങ്ങളും അത് തീർന്ന് നമ്മളൊരു ലാസ്റ്റ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഈ ഒരു വർഷം കഴിഞ്ഞ് ഒരു വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് സെറ്റിലാവുന്നത് വരെ എൻ്റെ മൈൻഡിൽ ആ കാര്യം ഉണ്ടാവും. അതുകൊണ്ട് അങ്ങ് ധൈര്യമായിട്ടിരിക്കണം, തളരരുത്. ഇതൊക്കെ ചെറിയ ചെറിയ പരീക്ഷണങ്ങളാണ്, ഇതൊക്കെ മാറും, മറികടക്കും. നമ്മൾ ചേച്ചിയോടും പറയാം, നല്ലവണ്ണം ആലോചിക്കാതെ ഒരു കാര്യവും ചെയ്യരുത്. നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു തെറ്റാണ്, നമ്മളൊരു കാര്യവും ആലോചിക്കില്ല. നമ്മളെ കണ്ണിൽ കണ്ടാൽ അതന്നെ നമ്മൾ അങ്ങോട്ട് വിശ്വസിച്ച്. പക്ഷേ നമ്മുടെ മുമ്പിൽ വരുന്നവർ കാപട്യം നിറഞ്ഞവരാണെന്നോ നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണ് അവർ വരുന്നതെന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. നേടാനുള്ളത് നേടിക്കഴിയുമ്പോൾ നമ്മളോട് ചെയ്യുന്ന പലതും ഉണ്ട്. അത് ചെയ്ത് അവരങ്ങ് പോവും. പക്ഷെ വിഡ്ഢികളാവുന്നത് നമ്മളാണ്. അപ്പോഴും ഈശ്വരൻ നമ്മളെ നോക്കും. എന്തെല്ലാം ചെയ്തു കൊടുത്തു, എന്നിട്ടും രണ്ട് കൈ നിറച്ച് കിട്ടിയില്ലേ, സാരല്യ പോട്ടെ എന്നേ ഈശ്വരൻ ചിന്തിക്കൂ. കാരണം എന്താ? അവരും ഈശ്വരന്റെ മക്കളാണ്. അത്രയും ചിന്തിച്ചാൽ മതി, കൂടുതലൊന്നും ചിന്തിക്കേണ്ട. അവിവേകം എപ്പോഴും ആപത്തുകൾക്ക് കാരണമാവും. ശരിയാണ്, എല്ലാവർക്കും പറ്റുന്ന കാര്യമാണത്. അവിവേകം അല്ലേ, വിവരമില്ലായ്മ, അല്ലെങ്കിൽ പോട്ടെ സാരല്ല എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന പല പല കാര്യങ്ങളും ആപത്തുകളാണ് ക്ഷണിച്ചു വരുന്നത്. ആപത്തുകൾ ഉറപ്പായിട്ടും വരും. അതുകൊണ്ട് വിവേകപരമായിട്ട് ഓരോ കാര്യവും ചെയ്യുക, അവിവേകമായിട്ട് ഒന്നും ചെയ്യരുത്. തപസ്സികളെയും ധർമ്മിഷ്ഠരെയും വിദ്വാൻമാരെയും സേവിച്ചാൽ ബുദ്ധിയും വിവേകവും ഉണ്ടാവുകയും ശുഭമായ മാർഗങ്ങളിൽ കൂടി ചരിക്കാൻ ഇടവരുത്തുകയും ചെയ്യും. ആരൊക്കെയാണ്? തപസ്സികളെയും ധർമ്മിഷ്ഠരെയും. അയ്യോ, ഇരുന്നിരുന്ന് എൻ്റെ കാല് കരുത്ത് പോയി. ഈ ടേബിളൊന്ന് വലിച്ചാൽ അങ്ങോട്ടേക്ക്, രക്ഷയില്ല. അവിടെ അല്ല അങ്ങോട്ട് വലിച്ചാൽ മതി. ഈ ഫിസ്റ്റുല വന്നതിന് ശേഷം ഇരിക്കുന്ന പൊസിഷനും എല്ലാം കുറച്ച് പ്രശ്നമുള്ള കാര്യം. കാല് തരുത്തുപോയി. അമ്മേ മതി. വിദ്വാൻമാരെ സേവിക്കുക. അതുപോലെ തൊടാതെ ബിന്ദുമ്മേ, തരുത്തിരിക്കുന്ന കാലെ പോയി പിടിക്കുന്നു. കൊള്ളാം. ഞാനോ ഇവിടെ കാല് തരുത്തിട്ട് പറ്റാതിരിക്കുമ്പോൾ ആ കാലെ പോയിട്ട് ഒരു ഒറ്റ അമർത്തൽ. ഒന്ന് പോഹോ ബിന്ദുമ്മേ. അല്ല മനുഷ്യ, നിങ്ങളുടെ കാല് ധരിക്കട്ടെ, ഞാനും വന്ന് പിടിച്ചരാം. അപ്പം അറിയാം. തപസ്സികളെയും ധർമ്മിഷ്ഠരെയും വിദ്വാൻമാരെയും സേവിച്ചാൽ, തപസ് ചെയ്യുന്നവരെ, ധർമ്മം ചെയ്യുന്നവരെ, വിദ്വാൻമാരെയൊക്കെ സേവിച്ചു കഴിഞ്ഞാൽ ബുദ്ധിയും വിവേകവും ഒക്കെ ഉണ്ടാവും. ശുഭമായ മാർഗങ്ങളിൽ കൂടി, അതായത് നല്ല വഴികളിലൂടെ ചരിക്കാൻ ഇടവരുത്തുകയും ചെയ്യും. നല്ല വഴികളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കും. എൻ്റെ കാലെ നമ്മൾ ഒറ്റപ്പെടുത്തും. ഞാനോ ഒരു അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. മഹർഷിയുടെ ഇതുപോലെയുള്ള ഉപദേശങ്ങൾ കേട്ടപ്പോൾ സ്വഭാവസമ്പന്നനായ വസുമാൻ കാമത്തിൽ നിന്ന് മനസ്സിനെ മാറ്റിയിട്ട് ധർമാനുസൃതങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് ശ്രേയസ് നേടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ധർമ്മമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ശ്രേയസ് നേടിയെടുക്കണം. ഓക്കെ, അടുത്തത് നമുക്ക് ജനകയജ്ഞാവാക്യ സംവാദം. അത് വളരെ വലുതാണ്. അതിലേക്ക് നമ്മൾ ഇപ്പോൾ പോയാൽ എത്തൂല. നമ്മൾ എന്ത് ചെയ്യാം? കുറച്ച് ക്ഷമിച്ചിട്ടെടുക്കാം. നാളെ എടുക്കാം നമുക്കത്. നാളെ രാവിലെ ക്ലാസ് ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 7:30 മണിയൊക്കെ ആണോ അതോ 8:30 മണിയാണോ നല്ലത്? 6:30 പറയരുത്. ഞാൻ പഴയ പോലല്ല, കുറച്ച് ലേറ്റായിട്ട് എഴുന്നേക്കാം. അപ്പം എനിക്ക് ജപവും പൂജയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് സമയമാവും.
7:30 നല്ലത്, 8:30 നല്ലത്, അതോ 9:30 നല്ലത്? നിങ്ങളുടെ വീട്ടിലെ ജോലി അത് ഇത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞാൽ അതിനനുസരിച്ച് 7:30, 8:30, 9:30 ഏത് സമയമായിരിക്കും രാവിലെ നിങ്ങൾക്ക് ക്ലാസ്സിന്? 8:30. സുശീല PR രാഘവൻ മാതാജി പറഞ്ഞു 8:30 പറഞ്ഞത്? 8:30. പിന്നെ 8:30. അവനെ തൊടാൻ പറ്റൂല, അപ്പൊ പോയിട്ട് തൊട്ടിരിക്കുന്നു. അവൻ തൊടലേ, പിടിച്ചു വലിച്ചു എൻ്റെ കാല്. 9:30. 3 9:30 വന്നു, 2 8:30 വന്നു. ഇനി 3 9:30, 4 9:30 വന്നു. ഇനി 9:30 ആരാളുള്ളത്? 8:30 ആരാളുള്ളത്? 4 9:30, 3 8:30 വന്നു. 5 9:30 വന്നു. ഏറ്റവും കൂടുതൽ ലേലവിളി പോലെ ഏറ്റവും കൂടുതൽ പറയുന്ന ആരാണ്? ആ സമയത്ത് എടുക്കാം. 9:30. ഇതുവരെ 9:30 ടോപ്പിൽ നിൽക്കുന്നത്. 8:30 9:30 വേണ്ടത് രാവിലെ ക്ലാസ് എടുക്കാൻ? 8:30. ഒരു 8:30 കൂടെ വന്നു. സാരല്ലേ മതി, കേട്ടാ മതി. അപ്പൊ ഒരു 9:30 കൂടെ വന്നു. ഞാൻ ഇവിടെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു രാവിലെ എഴുന്നേറ്റ് 9:30. മാധവി എൻ്റെ അമ്മമ്മയുടെ പേരാണ്. 9:30. അമ്മയും പറയണം 9 മണി കഴിഞ്ഞിട്ട്. അല്ല, രാവിലെ എല്ലാവരും എഴുന്നേറ്റ് വന്ന് അവർക്ക് വീട്ടിലെ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അതിനനുസരിച്ച് 8:30. 9 രേണു മഹേന്ദ്രൻ. 9:30. 9:30 ടോപ്പിൽ കയറി നിൽക്കുന്നത്. 9:30. ആരെങ്കിലും 9:30 ആൾക്കാരുണ്ടോ? 9:30. ഗിരിജ മാതാജിയും പറയുന്നു 9:30. അപ്പോൾ നമുക്ക് 9:30 എടുക്കാം നാളെ രാവിലെ. കാരണം എനിക്കറിയില്ലല്ലോ നിങ്ങളുടെ ഷെഡ്യൂളൊന്നും എങ്ങനെയാണ്. ജോലി കാര്യങ്ങൾ, വീട്ടിലെ കുക്കിങ്, പാത്രം കഴുകൽ, അലക്കൽ, കുട്ടികളെ സ്കൂളിൽ വിടൽ, ഹസ്ബൻഡ്സിനെ വിടൽ. പ്രമീള മാതാജി 9:30. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ശാന്തമായിരിക്കുന്ന സമയമായിരിക്കാം. മേ ബി 9:30 മുതൽ. മൊട്ടി ബിജു പറയുന്നു 9:30. എല്ലാവരും കേട്ടോ, എല്ലാവരും ഞാൻ പേര് മാത്രം വിളിക്കുന്നതല്ല. പ്രഭു, മാതാജി, ചേച്ചി, ചേട്ടൻ, അനിയൻ, അനിയത്തി, ഇതിൽ ജസ്റ്റ് കണ്ടുപോയപ്പോൾ വേഗം വിളിച്ചു പറഞ്ഞതാണ്. മാക്സിമം 9:30. അപ്പോൾ നാളെ രാവിലെ നമുക്ക് 9:30 എടുക്കാം. സ്കൂളിൽ കുട്ടികൾ പോയിട്ട്. അതാണ് ഞാൻ ചോദിച്ചത്. കാരണം രാവിലെ ഒരു ഹറിബറി ടൈം ആയിരിക്കുക. ആ ടൈമിന് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവരുത് നമ്മൾ ക്ലാസ് എടുത്തിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളൊന്ന് റിലാക്സ് ആയിരിക്കുന്ന സമയമാണെങ്കിൽ ഉച്ചക്കത്തേക്കുള്ള ചെവി തിരുമിയാൽ എന്തായി? കാലിൻ്റെ തരിപ്പ് മാറും. അതൊരു നല്ല ഐഡിയ ആണ്. ഞാൻ ചെയ്തോളാം കേട്ടാ. ബിന്ദമ്മനി എൻ്റെ ചെവി തിരുമാൻ വരണ്ട. അപ്പോൾ എന്താ അറിയോ, ഉച്ചക്കത്തേക്കുള്ള പച്ചക്കറി അരിയുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക, തുണി കൊണ്ടേ മെഷീനിലിടാം, നമ്മുടെ ക്ലാസ്സും കേൾക്കാം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എനിക്ക് 9:30. അപ്പോൾ നാളെ രാവിലെ ഗുരുവായൂർ വരണം. നോക്കട്ടെ പറയാം. അപ്പം നാളെ രാവിലെ നമുക്ക് 9:30 ക്ലാസ്സിൽ കാണാം. ഇനി ഗീതാ പഠന ക്ലാസ്. മഹാഭാരതം ഓൾമോസ്റ്റ് തീരാറായി. ഇനി കുറച്ചും കൂടി ഒന്ന് ടൈറ്റായിട്ട് ചവിട്ടി പിടിച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. എങ്കിലും നമുക്ക് നോക്കാം. എളുപ്പം പെട്ടെന്ന് തീർത്തരാം. മാക്സിമം ലൈവൊക്കെ ഷെയർ ചെയ്യാം. സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ടെൻഷൻസ് ഒന്നും വേണ്ട. എല്ലാം മാറും. അന്നും ഇന്നും ഞാൻ പറയുന്നത് പോലെ അമ്പലത്തിൽ പോയതാണല്ലേ. എല്ലാ പ്രയാസങ്ങളും മാറും. ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക. അനുഭവിക്കുന്ന എല്ലാ ടെൻഷൻസും മാറും. ഭഗവാനെയും ശ്രീമതി രാധാറാണിയെയും ഒക്കെ നന്നായി പ്രാർത്ഥിക്കുക. മൂകാംബിക അമ്മയെ നന്നായി ഭജിക്കുക. ഇഹലോകത്തിൽ നമുക്ക് അമ്മയുടെ അനുഗ്രഹം വേണം ജീവിക്കാൻ. അമ്മയുടെ കാരുണ്യം വേണം. അമ്മ മാത്രമാണ് നമുക്ക് ഇഹലോകത്തൊരാശ്രയം. ഭൗതികമായിരിക്കുന്ന പല കാര്യങ്ങളും ഇല്ലെങ്കിൽ, വീട്, സമ്പത്ത്, ആരോഗ്യം, ഇതൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല. അതൊക്കെ തരുവാനിന്ന് അമ്മ തന്നെ. അപ്പം ആ അമ്മയെ നന്നായി മുറുകെ പിടിക്കുക കേട്ടോ. സന്തോഷത്തോടെ ഇരിക്കുക. ശുഭരാത്രി. हरे कृष्णा. सर्वम कृष्णार्पणमस्तु. प्रभुपाद की जय. गुरु महाराज की जय. राधा पवनपुरेशन की जय. नमस्ते. ओम श्री मात्रे नमः. हरे कृष्णा.